ഈ ദിവസങ്ങളിൽ പെന്തക്കോസ്ത് വിഭാഗങ്ങളിൽപ്പെട്ട ചിലർ വളരെ പരിഹാസ്യമായ രീതിയിൽ ചില വെല്ലുവിളികളൊക്കെ നടത്തുന്നതായി പലരും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോറിയസ് ഗോസ്പലിനെ വെല്ലുവിളിക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഗ്ലോറിയസ് ഗോസ്പല് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ട്രൂ ഗോസ്പൽ. അപ്പം അതിനെ വെല്ലുവിളിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ എന്നെയാണ് വെല്ലുവിളിക്കുന്നതെങ്കിൽ അത് എൻ്റെ പേര് എടുത്ത് പറയണം. ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഗ്ലോറിയസ് ഗോസ്പൽ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളെയാണ് ഉദ്ദേശിച്ച് വിളിക്കുന്നതെന്ന് കരുതിയാൽ ഞങ്ങൾ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. സുറിയാനി സഭയിൽ നിന്ന് പെന്തക്കോസ്ത് കൾട്ട് ഗ്രൂപ്പുകളിലേക്ക്, കേരളത്തിലെ പ്രമുഖ കൾട്ട് ഗ്രൂപ്പുകളിലേക്ക്, അതായത് IPC, ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, അങ്ങനെയൊക്കെയുള്ള പെന്തക്കോസ്റ്റൽ കൾട്ടുകളിലേക്ക് അവിടെ കുടുങ്ങിക്കിടക്കുന്ന സുറിയാനി സഭകളിൽ നിന്ന് പോയിട്ടുള്ളവരോട് മാത്രമാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് പോയ ഒരു സുഹൃത്തിനെ ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ ലൈവിൽ ജോയിൻ ചെയ്ത് സംസാരിക്കാനോ സംശയ നിവൃത്തി വരുത്താനോ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാനോ അവകാശവും സ്വാതന്ത്ര്യമുണ്ട്, എപ്പം വേണമെങ്കിലും ജോയിൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. മറ്റൊരു കാര്യവും പറഞ്ഞിട്ടില്ല. ഇത് കേട്ടതോടുകൂടെ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഉള്ള ഒരാളെ ഒരു മോഡറേറ്ററായിട്ടൊക്കെ നിശ്ചയിച്ച് അവർ സംവാദത്തിന്റെ തീയതി നിശ്ചയിച്ച് നിങ്ങൾ വരൂ എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല, നല്ല ആഗ്രഹമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംവാദം നടത്തണമെങ്കിൽ ഞങ്ങളങ്ങനെ ഭയന്ന് പിന്മാറുന്നവരോ തോറ്റോടുന്നവരോ ഒന്നും അല്ല. ഏത് കാര്യത്തിനും നമ്മൾ ബെനിഫിറ്റ് നോക്കും. സമയം 2-3 മണിക്കൂർ മെനക്കെടുത്തേണ്ടതാണ്. അപ്പം ഞങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് നിങ്ങളോട് വന്ന് സംസാരിച്ചതുകൊണ്ട്? കാരണം നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾ തോറ്റുപോകും. തോറ്റു കഴിയുമ്പോൾ പെന്തക്കോസ്തുകാർ പറയും അത് ആരോ ഞങ്ങൾക്കറിയത്തില്ല, ഏതാണ്ട് പറഞ്ഞു, അതുകൊണ്ട് എന്താ അപ്പം ഞങ്ങൾ ലിബിയരായി പോകും. അതുകൊണ്ട് IPC, അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, പിന്നെ സ്വർഗീയ വിരുന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷെ ഏറ്റവും കുറഞ്ഞത് ഈ 5 എണ്ണം, IPC, അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ഈ 5 ഓർഗനൈസേഷൻസിന്റെ പ്രസിഡന്റുമാർ ഒപ്പിട്ട് നിങ്ങളെ ഔദ്യോഗികമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നുള്ള കടലാസ് കാണിക്കാമെങ്കിൽ എത്ര മോഡറേറ്ററെ വെച്ചുള്ള സംവാദത്തിന് ഞങ്ങൾ വരും. കാരണം ആ സംവാദം കഴിയുന്നതോടെ സകലതും കഴിയണം. അല്ലാതെ നിങ്ങളുടെ കഴിയുമ്പോൾ വേറൊരു കൂട്ടർ അവിടെ നിന്ന് വിളിക്കും, പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകണം. അത് കഴിയുമ്പോൾ വേറൊരു മർക്കടൻ ഇപ്പുറം ഇരുന്നിട്ട് ഇതാ ഇങ്ങോട്ട് പോവാ സംവാദത്തിന്, പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലേണ്ടി വരും. കുറച്ച് കഴിയുമ്പോഴേക്കും ജോയ് സാംസൺ അവിടെ എന്ന് പറയുന്നത് ഇങ്ങോട്ട് സംവാദം, പിന്നെ ഞങ്ങൾ അവിടെ ചെല്ലേണ്ടി വരും. ഇങ്ങനെ ഞങ്ങൾക്ക് ഇതിനെ നേരം കാണത്തുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും തോക്കുന്ന മുറയ്ക്ക് പെന്തക്കോസ്തുകാർ അവരെ കൈ ഒഴിയും. ഇത് ഞങ്ങളുടെ ആളല്ല, ഇത് ഞങ്ങളുടെ അല്ല, ഇത് ഞങ്ങളുടെ അല്ല, ഞങ്ങളുടെ ഇങ്ങനെയല്ല. അപ്പം നിങ്ങളുടെ വ്യക്തമായി നിങ്ങൾ എന്തൊക്കെയാണ് വിശ്വസിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥം ഞങ്ങൾക്ക് തരണം. ഇന്ന ഗ്രന്ഥത്തിൽ ഇതാണ് വിശ്വസിക്കുന്നത്, പിന്നെ നിങ്ങളെ ഈ സംഘടനകളെല്ലാം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള കടലാസം തരണം. അപ്പം ഞങ്ങൾ പരസ്യമായി മോഡറേറ്ററെ വെച്ചുള്ള സംവാദത്തിന് വരാം. അല്ലാതെ അവിടെ ഇവിടെ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങൾക്കെല്ലാം പ്രതികരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. പിന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ മാനിക്കുന്നു, നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. പക്ഷെ ഇവിടെ ജോയിൻ ചെയ്യുന്ന ആള് ഒരു ഓർത്തഡോക്സ് സഭയിൽ നിന്ന് പോയിട്ടുള്ള ആളായിരിക്കണം. കാരണം അവരോട് സംവദിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ. ബാക്കിയുള്ളവരോട് യാതൊരു തർക്കങ്ങളും ഇല്ല, യാതൊരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിശ്വസിക്കാം. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വന്നിരുന്നു ഗ്ലോറിയസ് ദർബാറിൽ. അദ്ദേഹം വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ദൈവം ആരായാലും ഞങ്ങൾക്ക് വിരോധമില്ല. നിങ്ങളൊരു മുഴുത്ത പഴുതാരെ കാണിച്ച് ഇതാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ബഹുസ്വര കമ്മ്യൂണിറ്റി, ഒരു ബഹുസ്വരതയുള്ള ഒരു രാജ്യത്ത് താമസിക്കുന്നത് ഞങ്ങളത് അംഗീകരിക്കും. നിങ്ങൾ ആരെ വിശ്വസിച്ചാലും എന്ത് വിശ്വസിച്ചാലും എങ്ങനെ വിശ്വസിച്ചാലും തരക്കേടില്ല, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ സുറിയാനിക്കാർ ആരാധിക്കുന്ന പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തെ അല്ല പെന്തക്കോസ്തുകാർ ആരാധിക്കുന്നത് എന്നുള്ള ക്രൂരവും നഗ്നവുമായ യാഥാർത്ഥ്യത്തെ, ആ പച്ചയായ സത്യത്തെ ഞങ്ങൾ ഇനിയും വിളിച്ചു പറയും. നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ
സുറിയാനിക്കാർ ആരാധിക്കുന്ന ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അവകാശവാദമുണ്ടെങ്കിൽ ഉണ്ടോ? മുസ്ലിങ്ങൾ പറയും യഹൂദന്മാരുടെ ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. യഹൂദന്മാരുടെ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒക്കെ പറഞ്ഞു, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആകുന്നു. അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ഇങ്ങനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമെന്ന് യേശു കർത്താവും സാക്ഷ്യപ്പെടുത്തി. അപ്പൊ ക്രിസ്ത്യാനികളുടെ ദൈവവും അങ്ങനെ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും. മുസ്ലിങ്ങൾ എവിടെ പോയി? അബ്രഹാമിന്റെ ദൈവവും ഓക്കെയാണ്, ഇസഹാക്കിന്റെ ദൈവം ഓക്കെ അല്ല, അവർക്ക് ഇസ്മായിലിന്റെ ദൈവമാണ്. ഇത് വ്യത്യാസമുണ്ട്. ഇപ്പൊ വളരെ വെൽ ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് കേരളത്തിലെ മലങ്കരയിലെ സുറിയാനിക്കാർ ആരാധിച്ചിരുന്ന സുറിയാനി സഭകളിൽ നിന്ന് പെന്തക്കോസ്റ്റ് കൾട്ട് ഗ്രൂപ്പുകളിലേക്ക് പോയിട്ടുള്ളവർ മനസ്സിലാക്കുക, പെന്തക്കോസ്റ്റൽ കൾട്ട് ഗ്രൂപ്പുകളിൽ അവർ വർഷിപ്പ് ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്നത് മറ്റൊരു യേശുവാണ്. സുറിയാനി പിതാക്കന്മാർ ആരാധിച്ചു വന്നിരുന്ന പിതാക്കന്മാരുടെ ദൈവം പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവമാണ്. ആ ദൈവത്തെയാണ് പെന്തക്കോസ്തുകാരും ആരാധിക്കുന്നതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളെ കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തെ അല്ല അവിടെ ആരാധിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം വീണ്ടും പറയുന്നതിൽ മടുപ്പില്ല. തുടർന്നും ഗ്ലോറിയസ് ഗോസ്പലിൽ നിന്ന് ആര് സംസാരിച്ചാലും ആമുഖമായിട്ട് ഈ സത്യം പറഞ്ഞതിനിടയ്ക്ക് മറ്റ് സബ്ജക്റ്റുകളിലേക്ക് ഇത് ആവർത്തിച്ച് പറയും. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് കടക്കുന്നത് വരെയും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇത് രണ്ട് ദൈവമാണ്. കാരണം സുറിയാനിക്കാരൻ ട്രിനിറ്റേറിയൻ ഗോഡിനെയാണ് ആരാധിക്കുന്നത്. പെന്തക്കോസ്തുകാർ ആരാധിക്കുന്നത് ഒരു സിംഗിൾ ഗോഡിനെയാണ്, മോണിസ്റ്റിക് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഏക വ്യക്തിയാണ് ആരാധിക്കുന്നത്. പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തെ ആരാധിക്കുന്നു സുറിയാനിക്കാർ. പെന്തക്കോസ്തുകാർ ആരാധിക്കുന്ന ഏതോ ഒരു യേശുവിനെയാണ്. അതാണ് വ്യത്യാസം. അതുകൊണ്ട് ആ കുഴികളിൽ വീണ് കിടക്കുന്ന സുറിയാനിക്കാർക്ക് വ്യക്തിപരമായ നിലയിൽ ഈ ലൈവിൽ ജോയിൻ ചെയ്യോ സംവാദം നടത്തുകയോ ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴും സ്വാഗതം, ഒരു പ്രശ്നവുമില്ല. കവാടങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് വരാം. മറ്റ് ആളുകൾക്ക് സംവാദത്തിന് കുഴപ്പമില്ല, ചെയ്യാം. പക്ഷെ ആ സംവാദം IPC അസംബ്ലീസ് കോഡ്, ചർച്ച കോഡ്, ഷാരോൻ, ന്യൂ ഇന്ത്യ ചർച്ച കോഡ്, ഈ 5 ഗ്രൂപ്പിന്റെയും കൂടെ കോമൺ പ്രതിനിധി ആയിരിക്കണം. കാരണം ഞങ്ങൾക്ക് ഓരോ സ്ഥലത്തും പോയി നടക്കാൻ നേരമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഒരു കടലാസുമായിട്ട് വന്നാൽ നിങ്ങളുമായിട്ട് മധ്യസ്ഥന്റെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. മറ്റ് ചില കാര്യങ്ങളുള്ളതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം, ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷന്റെ പരിമിതികൾ ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് ഇതൊരു സീരിയസ് ആയിട്ടായിരിക്കും. കാരണം ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞത് ഇന്നത്തെ ഒരു ആമുഖം മാത്രമാണ്. നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നത് പുരാതന ലോകത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. പുരാതന ലോകത്തിലെ മതങ്ങൾ, ദൈവങ്ങൾ, ദൈവവിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പാരമ്പര്യങ്ങൾ, വിശ്വാസ സംഹിതകൾ, ഇതെല്ലാം നമ്മൾ പരിഗണിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസത്തെക്കുറിച്ചൊരു ധാരണയുണ്ടാകത്തുള്ളൂ. പുരാതന ലോകമതങ്ങൾ നമ്മൾ അവിടേക്ക് നോക്കിക്കഴിയുമ്പോൾ ആ മതങ്ങളിലൊന്നും ഒരു ക്രീഡില്ല, എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രമാണം. അവിടെ സ്ക്രിപ്റ്റേഴ്സിന് പ്രാധാന്യമില്ല. കാണാതെ പഠിക്കുക, റിസൈറ്റ് ചെയ്യുക. അവിടെ ബിലീഫ്സിനല്ല പ്രാധാന്യം. പുരാതന മതങ്ങളിൽ വർഷിപ്പിനും റിച്വൽസിനുമാണ് പ്രാധാന്യം. ഡേറ്റി, ദൈവത്തിനാണ് പ്രാധാന്യം. പുരാതന മതം എന്ന് പറയുമ്പോൾ ഞാൻ റോമൻ മതങ്ങള്, ഗ്രീക്ക് മതങ്ങള്, അല്ലെങ്കിൽ ഭാരതീയ മതം, ഇതൊക്കെ നമ്മൾ പരിശോധിക്കുക. അവിടെ പ്രത്യേകിച്ച് അവരുടെ മതത്തിന്റെ നിലനിൽപ്പിനോ വ്യാപനത്തിനോ അവർ പ്രത്യേകിച്ച് ഒരു സത്യത്തിൽ വിശ്വസിക്കുകയോ മറ്റൊന്നിനെ നിരാകരിക്കുകയോ ഒന്നിനെ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. വിശദീകരിക്കാം. അതായത് ഇപ്പം ശിവനിൽ വിശ്വസിക്കുന്ന ഒരാൾ ശിവൻ എന്ന ഒരു ഡേറ്റിയിലാണ് വിശ്വസിക്കുന്നത്. അത് വിശ്വസിക്കാൻ വേണ്ടി അദ്ദേഹം ആ ഡേറ്റിയിൽ വിശ്വസിക്കുന്നു. മറ്റൊരാളിൽ സിയൂസിൽ വിശ്വസിക്കുന്നു, സിയൂസിൽ ഒരാൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇയാൾക്ക് പ്രശ്നമില്ല. അദ്ദേഹം സിയൂസിൽ വിശ്വസിക്കുന്നു, ഇയാള്
ഇയാളുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. മറ്റൊരാള് അയ്യപ്പനിൽ വിശ്വസിക്കുന്നു, വേറൊരാള് ഭദ്രകാളിയിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ദൈവത്തെ വിശ്വസിക്കുന്നു. ഫിലോസഫി അല്ല അവർ വിശ്വസിക്കുന്നത്, ഒരു പർട്ടിക്കുലർ ഫിലോസഫി അല്ല അവർ വിശ്വസിക്കുന്നത്, മറിച്ച് അവർ വിശ്വസിക്കുന്നത് അവരുടെ ദൈവത്തെയാണ്. ഇതാണ് പുരാതന മതങ്ങളും ആധുനിക ഫിലോസഫിക്കൽ റിലീജിയൻസ്. ആധുനിക എന്ന് ഞാൻ പറയുമ്പോൾ അടുത്ത കാലത്തല്ല, ഈ നമ്മുടെ മോഡേൺ വേൾഡിലാണ് ഇപ്പോൾ ഉള്ള റിലീജിയൻസ്, ഇപ്പം നമുക്ക് നിലനിൽക്കുന്നതും പ്രചരിപ്പിക്കപ്പെടുന്നതുമായ റിലീജിയൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ട്രൂ ബിലീഫ്സ് എന്നുള്ള ഒരു സത്യവിശ്വാസത്തിൽ ഞങ്ങൾ ഇന്നതൊക്കെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ പുരാതന മതക്കാര് ഈ കാര്യങ്ങളിൽ തൽപരരല്ലായിരുന്നു. അപ്പം പ്രാക്ടീസ് ആണ് അവരുടെ റിലീജിയൻ, പ്രാക്ടീസ് ഓഫ് ദ റിലീജിയൻ. അതുപോലെ ഈ പുരാതന മതങ്ങള് അവരെ ആഫ്റ്റർ ലൈഫ് അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തെക്കാൾ അധികമായി വർത്തമാനകാല ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. അവരുടെ ആരാധനയിലും ഒക്കെ ഏറ്റവും പ്രധാനം മഴ പെയ്യുമോ, അപ്പം അവരുടെ വിളകൾ അനുഗ്രഹിക്കപ്പെടുവാൻ മഴ കിട്ടും, അല്ലെങ്കിൽ അവർക്ക് നല്ല ജീവിത പങ്കാളിയെ കിട്ടും, നല്ല മക്കളെ കിട്ടുക, ഇങ്ങനെയൊക്കെയുള്ള അവരുടെ ജീവിതത്തിന്റെ പരിമിതവും വർത്തമാനകാലത്തെ യാഥാർത്ഥ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഒക്കെ വേണ്ടി അവർ ആരാധിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു ദൈവസങ്കല്പവും ആരാധനാ സമ്പ്രദായവും ഒക്കെ ആയിരുന്നു. അവർക്ക് മറ്റൊരാളെയോ അയാളുടെ മതത്തെയോ അയാളുടെ ദൈവത്തെയോ അക്കോമഡേറ്റ് ചെയ്യാൻ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, 10-30 വർഷം മുമ്പ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ബസ്സുകളിലൊക്കെ ഹൈന്ദവരുടെ ബസ്സുകളിലാണെങ്കിൽ അവിടെ ഒരു ശബരിമല അയ്യപ്പനും ഒരു ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ ഇരിക്കുന്ന കൂടെ ഒരു യേശുക്രിസ്തുവിനെ കൂടെ വെക്കാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർ ഈ ഫിലോസഫിക്കൽ ക്ലാഷ് ഒന്നുമില്ല അവർക്ക്. അമ്പലത്തിന്റെ മുമ്പിൽ ഒന്ന് തൊഴുതിട്ട് വരുന്ന ആൾ പള്ളിയുടെ മുമ്പിൽ ഒന്ന് തൊഴുതിട്ട് പോകും. അവരെ സംബന്ധിച്ച് അത്ര അവരതിനകത്തൊരു ക്ലാഷ് ഉണ്ടാക്കുന്നില്ല. പക്ഷേ പിന്നീട് റിലീജിയൻ ഫിലോസഫിയിലേക്ക് വന്നു. അതായത് ദൈവം, ഭക്തൻ, ആരാധന, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നതിൽ നിന്ന് വിശ്വാസങ്ങൾ, ഉപദേശങ്ങൾ, തത്വചിന്തകൾ എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പം റിലീജിയൻ മാറുന്ന നിങ്ങൾ നോക്കണം. മറ്റേതെന്ന് ദൈവം, ഭക്തൻ, ആരാധന, അനുഗ്രഹം, ഇതാണ് പുരാതന സങ്കല്പം. അത് കഴിഞ്ഞപ്പോ വരുന്നത് എങ്ങനെയാണ്? വിശ്വാസം, ഉപദേശം, തത്വചിന്ത. അപ്പം ഫെയ്ത്ത്, ഡോക്ട്രിൻ, ഫിലോസഫി ഇങ്ങനെ കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ട്രൂത്ത് 2 രീതിയിൽ വരികയാണ്. ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഈ ട്രൂത്ത് വിശ്വസിക്കുക, ട്രൂത്ത് അന്വേഷിക്കുക, ട്രൂത്ത് കണ്ടെത്തുക, ട്രൂത്ത് വിശ്വസിക്കുക, ട്രൂത്ത് പ്രസംഗിക്കുക, ട്രൂത്ത് പ്രചരിപ്പിക്കുക, ട്രൂത്ത് പഠിപ്പിക്കുക, ട്രൂത്തിൽ ജീവിക്കുക, ട്രൂത്തിന് വേണ്ടി ജീവിക്കുക. ഇപ്പൊ ഇതാണ് നമ്മൾ റിലീജിയൻസിൽ കാണുന്നത്, സത്യം, ട്രൂത്ത്. അപ്പൊ ഈ സത്യം എന്നത്, അപ്പൊ മുസ്ലിങ്ങൾ പറയും അവരുടേതാണ് സത്യം, ക്രിസ്ത്യാനികൾ പറയും ഞങ്ങളുടേതാണ് സത്യം. അപ്പൊ ആ സത്യത്തിന് വേണ്ടി ജീവിക്കുക, പിന്നെ സത്യത്തെ തെളിയിക്കുക. സത്യം എങ്ങനെയുള്ള സത്യമാണ്? ട്രൂത്ത് ഈസ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ട്രൂത്ത് ആണ്, അതാണ് ഏറ്റവും സത്യം. ഓക്കെ, എന്താണ് ഒബ്ജക്റ്റീവ് ട്രൂത്ത്? ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റീവ്സും ഉണ്ട്, സബ്ജക്റ്റീവ്സും ഉണ്ട്. ഒബ്ജക്റ്റിവിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി. അപ്പൊ ഈ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാല്, അന്ധനായ ഒരു മനുഷ്യൻ പുറത്ത് നല്ല വെയിലത്ത് നിൽക്കുകയാണ്. അന്ധനായ ഒരു മനുഷ്യൻ പുറത്ത് വെയിലത്ത് നിൽക്കുകയാണ്, നിങ്ങളത് കാണുക. അപ്പോൾ ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ നല്ല വെളിച്ചത്തിൽ നിൽക്കുന്നു.
അടുത്ത് സബ്ജക്റ്റീവ് ട്രൂത്ത്. അദ്ദേഹം അന്ധനാണ്, അദ്ദേഹത്തിന് അനുഭവപ്പെടുന്ന സത്യം എന്താണ്? അദ്ദേഹം ഇരുട്ടിൽ നിൽക്കുന്നു. അപ്പം അദ്ദേഹത്തിന്റെ സത്യമാണ് സബ്ജക്റ്റീവ് ട്രൂത്ത്. നമ്മൾ കാണുന്നത് നമുക്കുള്ള ട്രൂത്താണ് ഒബ്ജക്റ്റീവ് ട്രൂത്ത്, കേവല യാഥാർത്ഥ്യം അല്ലെങ്കിൽ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം എന്ന് നമുക്കറിയാം. അതായത് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം, അതാണ് ഒബ്ജക്റ്റീവ് ട്രൂത്ത്, ഒബ്ജക്റ്റീവ് റിയാലിറ്റി, ഒബ്ജക്റ്റിവിറ്റി. അപ്പൊ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം, അവൻ വെളിച്ചത്തിൽ നിൽക്കുന്നു. ആത്മനിഷ്ഠ യാഥാർത്ഥ്യം എന്താണ്? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, അതാണ് ആത്മനിഷ്ഠ യാഥാർത്ഥ്യം, അനുഭവവേദ്യമാണ്. ആത്മനിഷ്ഠാപരമാണ്. അപ്പൊ റിലീജിയൻ ഒബ്ജക്റ്റീവ് ട്രൂത്ത് ആയി മാറി. സീക്കിംഗ് ഒബ്ജക്റ്റീവ് ട്രൂത്ത് അത് മോർ ഫിലോസഫിക്കലാണ്, തത്വചിന്താപരമാണ്. നമ്മുടെ ലൈഫുമായിട്ട് ബന്ധമില്ല, നമ്മളുമായിട്ട് ഒരു ബന്ധമില്ല, ഒബ്ജക്റ്റീവാണ്. അപ്പൊ ഒബ്ജക്റ്റീവായിട്ടുള്ള ട്രൂത്തിനെ തിരയുക, പിന്നെ അതിനകത്ത് ആബ്സല്യൂട്ടിനെ തിരയുക, പരമമായ സത്യത്തെ തിരയുക. പീലാത്തോസ് ചോദിച്ചു, സത്യം എന്നാൽ എന്താണ്? കർത്താവ് ഒന്നും മിണ്ടി. പീലാത്തോസ് ചോദിക്കാണ്, സത്യം എന്നാൽ എന്താണ്? 3.5 കൊല്ലം പ്രസംഗിച്ച് യേശു ഒരക്ഷരം മിണ്ടിയില്ല. കാരണം എന്താ? സത്യം ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു ഡോക്ട്രിനായിട്ടോ ഒരു ടീച്ചിങ് ആയിട്ടോ ഒരു സീരീസ് ആയിട്ടോ ഒരു സ്ക്രിപ്ചർ ആയിട്ടോ ഒരു ബുക്കായിട്ടോ കണ്ടാൽ നിനക്കൊരിക്കലും ജീവനെ കിട്ടുകയില്ല. അതാണ് പൗലോസ് പറഞ്ഞത്, ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ആ ന്യായപ്രമാണം വാസ്തവത്തിൽ നീതിക്ക് ആധാരമാകുമായിരുന്നു. അപ്പോൾ സത്യത്തെ എപ്പോൾ നീ ഒരു പേഴ്സണായിട്ട് കണ്ടെത്തുന്നുവോ, സത്യത്തെ ഒരു പേഴ്സണായിട്ട് കണ്ടെത്തുമ്പോൾ അവിടെയാണ് അർത്ഥമുണ്ടാകുന്നത്. അപ്പൊ റിലീജിയൻസ് ഒക്കെ എന്തായി മാറി? ഈ ഒബ്ജക്റ്റീവ് ട്രൂത്തിനെ തപ്പിക്കൊണ്ടുപോയി. ഇപ്പൊ ക്രിസ്ത്യാനിറ്റിക്കകത്ത് അങ്ങനെ ഫിലോസഫിക്കൽ ഡയലോഗ്സ് വന്നു, ഡോക്ടറിന്റെ ആവശ്യം വന്നു, ക്രീഡുകൾ ഉണ്ടായി, ക്രീഡ് റിസൈറ്റ് ചെയ്യുന്ന പതിവുണ്ടായി. അപ്പൊ നിങ്ങൾ അതിന്റെ അബദ്ധം മനസ്സിലാക്കാനാണ് ഞാൻ ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സുറിയാനി സഭയ്ക്ക് ഇതൊക്കെ ഇല്ലേ? ക്രീഡില്ലേ? ഫിലോസഫി ഇല്ലേ? ഡോക്ട്രിൻ ഇല്ലേ? സ്ക്രിപ്ചർ ഇല്ലേ? ഉണ്ട് എന്നാണ് അർത്ഥം. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ അത് മാത്രമല്ല ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ അത് മാത്രമല്ല ഉള്ളത്. കാരണം ലൈഫ് ഗിവിംഗ് സ്ട്രീം ഇതല്ല. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും പ്രധാനമുള്ളതുപോലെ ഈ ക്രീഡിനേക്കാളും ഈ ഡോക്ടറിനേക്കാളും ഈ സ്ക്രിപ്ചറിനേക്കാളും പ്രധാനപ്പെട്ട ഒന്നുണ്ട്. അതേക്കുറിച്ചാണ് സഭ പറയുന്നത്, അതേക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അതാണ് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്തത്. നിങ്ങൾ അത് പിന്തുടരുന്നതിൽ, അത് തിരിച്ചറിയുന്നതിൽ, അത് ഗ്രഹിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെടുന്നു. അത് തിരിച്ചറിയുന്നതിൽ ദയനീയമായിട്ട് നിങ്ങൾ പരാജയപ്പെടുന്നു. അപ്പൊ ട്രൂത്ത് എന്താണ്? ഈ ട്രൂത്തിന്റെ പുറകെ പോവുകയാണ്. ഈ ട്രൂത്തിന്റെ പുറകെ പോകുമ്പോ ലെറ്റ് എവിഡൻസ് ലീഡ് അസ്. അന്നത്തെ ഫിലോസഫേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്ന, അപ്പൊ പ്ലേറ്റോ, അരിസ്റ്റോട്ടിലെ, സോക്രട്ടീസ്, കുറെ ഫിലോസഫേഴ്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഈ യുക്തിവാദികൾ എന്ന് അവകാശപ്പെടുന്ന ഒരു ഗ്രൂപ്പുണ്ട്, സി രവിചന്ദ്രൻ അവരുടെയൊക്കെ ടീമായിട്ട്. എസൻസ് എന്ന മറ്റാണോ അങ്ങനെ കണ്ടൊരു പേരാ, അതോ ന്യൂറോണോ അങ്ങനെ എന്തോ കാണാം. എസൻസ് കറക്റ്റ്, എസൻസോ ന്യൂറോണോ അങ്ങനെയൊക്കെ കാണാം. അപ്പൊ ആ ഒരു ഗ്രൂപ്പ്, സി രവിചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളാണ്. കുറെ പേരുണ്ട്, നല്ലൊരു ടീമായിട്ട് അവർ വർക്ക് ചെയ്യും. അവരെപ്പോഴും പറയുന്നത് ഈ ഗ്രീക്ക് ഫിലോസഫേഴ്സിന്റെ ആപ്തവാക്യമാണ്, എവിഡൻസ് നയിക്കട്ടെ, തെളിവുകൾ നയിക്കട്ടെ. എന്നിട്ട് അവർ തെളിവുകൾ പരിശോധിക്കുകയാണ്. അവരുടെ കൂടെയുള്ളവർ തെളിവുകൾ പരിശോധിക്കുകയാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ട, അവരുടെ കൂടെയുള്ള ഒരു പെൺകുട്ടിയുടെ വീഡിയോ ആണ്.
ഭയങ്കര തമാശാണ്. തെളിവുകൾ നയിക്കട്ടെ എന്ന് പറയുന്ന ആളുകൾ അസംബന്ധങ്ങളാണ് വിളിച്ചു പറയുന്നത്. അത് മറ്റൊരു ദിവസം നമുക്കത് പരിശോധിക്കാം. അപ്പൊ ഈ തെളിവുകൾ നയിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്നത് യുക്തിപരമായ ചോദ്യങ്ങളാണ്. എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ ആരംഭിച്ചത്? ഇത്തരത്തിലുള്ള ആശയം ആരംഭിച്ചത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിന്റെ ആവിർഭാവത്തോടെയാണ്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തുടങ്ങിയതാണ് പ്രൊട്ടസ്റ്റന്റിനിസം. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്, സംശയങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട്, തെളിവുകൾ ആരാഞ്ഞുകൊണ്ട് ആരംഭിച്ചു. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്, സംശയങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട്, തെളിവുകൾ ആരാഞ്ഞുകൊണ്ട് പ്രൊട്ടസ്റ്റന്റിനിസം ആരംഭിച്ചപ്പോൾ ആ പ്രൊട്ടസ്റ്റന്റിനിസത്തിന്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് എത്തീസം, നിരീശ്വരവാദം. അപ്പോ ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട ഇപ്പോൾ പെന്തക്കോസ്തിലെ ചില കുരുപ്പുകൾ ഈ ഫേസ്ബുക്കിൽ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അല്പം കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്താൽ മതി, നിങ്ങൾ എത്തീസത്തിൽ ചെന്ന് നിൽക്കും. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടുവന്ന് എത്തിക്കാം. അപ്പൊ അതുകൊണ്ട് ഇവരിരുന്നിട്ട് തെളിവുകൾ അന്വേഷിക്കുകയാണ്. സുറിയാനി സഭയുടെ പാരമ്പര്യത്തിന്റെ വേരുകളൊക്കെയാണ് അന്വേഷിക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. നിങ്ങൾ ആ അന്വേഷിക്കുന്ന അതേ പാറ്റേണിൽ നിങ്ങൾ തെളിവുകൾ ആവശ്യപ്പെടുകയും നിങ്ങൾ വേരുകൾ പരതുകയും ചെയ്യുന്ന അതേ പാറ്റേണിൽ നിങ്ങളുടെ കൈകളിൽ ഇരിക്കുന്ന ബൈബിളിന്റെ ആധികാരികതയും കൂടെ ഒന്ന് അന്വേഷിക്കണം. ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. അതായത് നിങ്ങളിപ്പോൾ തെളിവുകൾ ആവശ്യപ്പെടുന്ന അതേ പാറ്റേണിൽ, അത് സുറിയാനി സഭയ്ക്കുടെ പാരമ്പര്യത്തിനും ആധികാരികതയ്ക്കും പൗരാണികതയ്ക്കും അപ്പോസ്തോലിക പിന്തുടർച്ചയ്ക്കും വേണ്ടതിലധികം തെളിവുകളുണ്ട്. തെളിവുകളില്ലെന്നല്ല, വേണ്ടതിലധികം തെളിവുകളുണ്ട്. അത് നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ല ഫോർമാറ്റിൽ ഡിബേറ്റിന് വന്നാൽ ആ തെളിവുകൾ പ്രസന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് ബൈബിളിന്റെ തെളിവുകൾ, ബൈബിളിന്റെ ആധികാരികത നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഇവര് പറയുന്ന ഏറ്റവും ആധികാരിക ഈ യാക്കോബായ സഭയിലും അങ്ങനെയുള്ള ഈ അപ്പസ്തോലിക സഭകളിൽ ഒക്കെ ഉള്ള ആളുകൾക്ക്, ഇപ്പൊ കത്തോലിക്കർക്ക് നേരത്തെ അതില്ലായിരുന്നു. ഇപ്പൊ കത്തോലിക്കരുടെ ഇടയിൽ കുറേയധികം ആളുകൾ, കുറേയല്ല വളരെ വലിയ തോതിൽ ആളുകൾ അതിലേക്ക് മാറി. അതായത് വചനത്തിന്റെ ആധികാരികത എന്ന ഒരു അബദ്ധ സിദ്ധാന്തം. വചനം എന്ന് അവർ പറയുന്നത് ബൈബിളാണ്. അപ്പൊ ബൈബിളിന് എന്തോ ഒരു ആധികാരികത ഉണ്ടെന്നാണ് പറയുന്നത്. അത് മുതലെടുത്തിട്ടാണ് മൂര്യാട് ഉള്ള എംബറർ ഇമ്മാനുവേൽ എന്ന് പറഞ്ഞ ഒരു കൾട്ട് ഗ്രൂപ്പ്, പെന്തക്കോസ്തുകാർ തലകുലുക്കി സമ്മതിക്കും, കൾട്ടാണ്. എംബറർ ഇമ്മാനുവേൽ എങ്ങനെ കൾട്ടായിരിക്കുന്നോ അതേ അർത്ഥത്തിൽ പെന്തക്കോസ്ത് കൾട്ട്. യാതൊരു വ്യത്യാസവും തെളിയിക്കാം. ഇന്ന് തന്നെ നമ്മളതും തെളിയിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ബൈബിളിന് ഇങ്ങനെ ഒരു ആധികാരികത ഉണ്ടെന്ന് പറഞ്ഞ് ബൈബിൾ എടുത്തു മാറ്റി ഏകദേശം 3000-ഓളം കുടുംബങ്ങളെയാണ് കത്തോലിക്ക സഭയിൽ നിന്ന് എംബറർ ഇമ്മാനുവേൽ കൊണ്ടുപോയത്. കത്തോലിക്കർക്ക് കുലുക്കൊന്നുമില്ല. അതുപോലെ തന്നെ യാക്കോബായ സഭയിൽ നിന്ന് ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട, ഞാനിപ്പോ മലങ്കരയിലെ 2 ഫാക്ഷൻസ് ആണ് സുറിയാനി സഭയുടെ, ഒരു സഭ തന്നെയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് ഞാൻ പറഞ്ഞു. ഓർത്തഡോക്സ് സഭയിലെ ഒരു അംഗമാണ് പ്രൊഫസർ M.I. യോഹന്നാൻ. പക്ഷേ അദ്ദേഹം ഒരു ഗ്രൂപ്പ് ആരംഭിച്ചു. യാക്കോബായിലെ അംഗങ്ങളാണ് കൂടെ പോയത്, ഓർത്തഡോക്സുകാരൊന്നും പോയിട്ടൊന്നുമില്ല. ഭയങ്കര വിചിത്രമായ കാര്യമാണ്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള പല പല ഗ്രൂപ്പുകളാണ്. ഇതെല്ലാം ഉണ്ടായതിന്റെ കാരണം ഈ ബൈബിളിന് ഇല്ലാത്ത ആധികാരികത ഉണ്ട് എന്ന് വിശ്വസിപ്പിച്ചു എന്നുള്ളതാണ്. ബൈബിളിന് ഇല്ലാത്ത ആധികാരികത ഉണ്ട് എന്ന് വിശ്വസിപ്പിച്ചു. അപ്പൊ ഈ 1-ാം നൂറ്റാണ്ടിലെ എഴുത്തുകൾ, 1-ാം നൂറ്റാണ്ടിൽ ലഭ്യമായിരുന്ന ധാരാളം രേഖകളുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ ലഭ്യമായിരുന്ന, ഞാൻ അതിന് ഒരു വാക്യം വായിക്കാം. തെസ്സലോനിക്കർക്ക് ഉള്ള ലേഖനമാണ്. 2 തെസ്സലോനിക്കർ. ഞാനിപ്പോൾ മോഡേൺ സ്കോളർഷിപ്പ് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ആ പാറ്റേണിൽ. അതായത് 2000 വർഷം മുമ്പ് AD 34 പത്രോസ് അന്ത്യോക്യയിൽ സഭ സ്ഥാപിച്ചു. അന്നു മുതലുള്ള ശ്ലൈഹിക പാരമ്പര്യവും പിന്തുടർച്ചയുമുള്ള സുറിയാനി സഭയുണ്ട്. അപ്പൊ ആ
പാരമ്പര്യത്തിന് തെളിവ് നിങ്ങൾ അന്വേഷിക്കുന്നു. അപ്പം അതേ പാറ്റേണിൽ 2000 വർഷത്തിനിപ്പുറത്തിരുന്നിട്ടാണ് നിങ്ങൾ തെളിവ് അന്വേഷിക്കുന്നത്. അതേ പാറ്റേണിൽ ബൈബിളിൻ്റെ ആധികാരികത മോഡേൺ സ്കോളർഷിപ്പ് അന്വേഷിക്കുന്നുണ്ട്. മോഡേൺ സ്കോളർഷിപ്പ് അന്വേഷിക്കുമ്പോൾ ഇന്റേണൽ ആണ്, എക്സ്റ്റേണൽ എവിഡൻസ് ആണ്. ഇന്റേണൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ നിന്ന് തന്നെയുള്ള തെളിവുകൾ. എക്സ്റ്റേണൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ബൈബിളിന് പുറത്തുള്ള തെളിവുകൾ. അപ്പൊ ഇനി 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 2-ാം വാക്യം, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 2-ാം വാക്യം. അവിടെ പറയാണ്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഇപ്പൊ തെസ്സലോനിക്കൽ ലേഖനം, ഈ 2-ാമത്തെ തെസ്സലോനിക്കൽ ലേഖനം പൗലൂസ് ശ്ലീഹ എഴുതിയതാണെന്ന് മോഡേൺ സ്കോളർഷിപ്പ് വിശ്വസിക്കുന്നില്ല. ആധുനിക പണ്ഡിതന്മാർ അത് നിരാകരിക്കുകയാണ്. ഇത് പൗലൂസ് എഴുതിയല്ലെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഈ ലേഖനത്തിൽ ഇവിടെ പറയാണ്, പൗലൂസ് തന്നെ പറയുന്നതായിട്ടാണ് ഈ ലേഖനത്തിൽ കാണുന്നത്. അതായത് ഞങ്ങൾ എഴുതി എന്നുള്ള ഭാവത്തിലുള്ള ലേഖനത്താൽ. അപ്പം ഈ ബൈബിൾ ഗ്രന്ഥങ്ങൾ, പുതിയ നിയമ ഗ്രന്ഥങ്ങൾ എഴുതപ്പെടുന്ന കാലത്തു തന്നെ ധാരാളം വ്യാജരേഖകൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചരിച്ചിരുന്നു എന്നതിന് ബൈബിൾ തന്നെ തെളിവ് നൽകുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ബൈബിളിലെ ഒരു ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നത്, ആ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുമ്പോൾ ആ ഗ്രന്ഥത്തിൽ തന്നെ ഒരു ദുസൂചനയുണ്ട്. എന്താണ് ആ ഗ്രന്ഥത്തിലുള്ള ദുസൂചന? ആ ഗ്രന്ഥത്തിൽ പറയാണ്, ഞങ്ങളുടെ പേരിൽ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ധാരാളം ലേഖനങ്ങൾ പ്രചരിക്കുന്നുണ്ട്. സുവിശേഷങ്ങൾ, പ്രവർത്തികൾ, ലേഖനങ്ങൾ, വെളിപ്പാടുകൾ. 4 വിഭാഗത്തില് 4 ജാൻറേസ് ഓഫ് ന്യൂ ടെസ്റ്റമെന്റ് സ്ക്രിപ്റ്റേഴ്സ്. അപ്പൊ 4 ജാൻറയാണുള്ളത്. 4 ഇനത്തിൽപ്പെട്ട ഗ്രന്ഥങ്ങളാണ് പുതിയ നിയമ ഗ്രന്ഥശേഖരത്തിൽ വരുന്നത്. ഏതൊക്കെയാണ്? 1 സുവിശേഷങ്ങൾ, 2 പ്രവർത്തികൾ, 3 ലേഖനങ്ങൾ, 4 വെളിപ്പാടുകൾ. ഇപ്പൊ വെളിപ്പാടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ബൈബിളിൽ ഒരു വെളിപ്പാടുണ്ട്, പക്ഷെ അന്ന് പ്രചാരത്തിരുന്ന അനേക വെളിപ്പാടുകളുണ്ടായിരുന്നു. പൗലൂസിന്റെ വെളിപ്പാട്, പത്രോസിന്റെ വെളിപ്പാട് ഒക്കെ ലഭ്യമായിരുന്നു. അതുപോലെ സുവിശേഷങ്ങൾ, 4 സുവിശേഷം ഇപ്പോൾ ബൈബിളിൽ നമ്മൾ കാണുന്നു. പക്ഷെ അന്ന് ഒരുപാട് സുവിശേഷങ്ങൾ അവൈലബിൾ ആയിരുന്നു, സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അവയിൽ മിക്കതും ഇന്നും അവൈലബിൾ ആണ്. ഉദാഹരണം പറഞ്ഞാൽ പത്രോസിന്റെ സുവിശേഷം നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും. പത്രോസിന്റെ സുവിശേഷം വായിച്ചാൽ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നതിനെ പറ്റിയൊക്കെ വലിയ വിശദീകരണങ്ങൾ കാണാം. ഇപ്പം ഈ ബൈബിളിലുള്ള സുവിശേഷത്തിലൊക്കെ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ഉയർത്തെഴുന്നേറ്റ എങ്ങനെയാണ്. പക്ഷെ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, വളരെ വിശദീകരിച്ചുള്ള കാര്യങ്ങൾ, വിവരണങ്ങൾ നിങ്ങൾക്ക് പത്രോസിന്റെ സുവിശേഷത്തിൽ വായിക്കാം. തോമസിന്റെ സുവിശേഷമുണ്ട്, മേരി മഗ്ദലന മറിയത്തിന്റെ സുവിശേഷമുണ്ട്, ഒരുപാട് സുവിശേഷങ്ങളുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഒരുപാട് സുവിശേഷങ്ങൾ, ഒരുപാട് ലേഖനങ്ങൾ, ഒരുപാട് പ്രവർത്തികൾ. അതായത് ഇപ്പൊ അപ്പോസ്തല പ്രവർത്തികളുടെ ഉള്ളൂ ഈ ബുക്കിന്റെ പേര്. അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ ചുമ്മാ അടിച്ചു വെച്ചിരിക്കുന്നു. പ്രക്സീസുകൾ, പൗലൂസിന്റെ പ്രവർത്തികൾ, ഒരു ബുക്ക് അവൈലബിൾ ആണ്. ബർണബാസിന്റെ സുവിശേഷം, ബർണബാസിന്റെ പ്രവർത്തികൾ, അങ്ങനെ പല ആളുകളുടെ പ്രവർത്തികളുടെ പുസ്തകം, വെളിപ്പാടുകൾ, ലേഖനങ്ങൾ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതിനകത്ത് ഏതാണ് ഒറിജിനൽ? ഏതാണ് ഒറിജിനൽ? അപ്പൊ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനങ്ങൾ, അപ്പൊ അതിനെ പറയുന്നത് സ്യൂഡോനിമസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആളുടെ പേരല്ല, മറ്റൊരാളുടെ പേരാണ്. അപ്പൊ അതിനെ സ്യൂഡോനിമസ് എന്നാണ് പറയുന്നത്. സ്യൂഡോനിമസ് റൈറ്റിംഗ്.
ആരാണ്? ഒറിജിനൽ ആളല്ല, മറ്റാരോ ആണ് എഴുതിയിരിക്കുന്നത്. ഒറിജിനൽ ആളല്ല, മറ്റൊരാളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മറ്റൊരാൾ എഴുതുന്നതിനെ പറയുന്നതാണ് സ്യൂഡോനിമസ്. ഒറിജിനൽ ആൾ എഴുതിയിട്ട് ആ ആളുടെ തന്നെ പേരിൽ പ്രസിദ്ധീകരിക്കാം. പൗലൂസ് എന്ന ഞാൻ, സ്വന്തം കയ്യാൽ ഒപ്പ്, സീല്. ഇപ്പൊ ഞാനൊരു കത്തയക്കാം. ഇപ്പൊ നമ്മളെ കണ്ടോണ്ടിരിക്കുന്നത് ബിന്നി പി ജോൺ. ബിന്നി പി ജോൺ ഒരു എഴുത്തെഴുതുന്നു. എന്നിട്ട് ബിന്നി പി ജോൺ എന്ന പേരിൽ ആ പുസ്തകം എന്ത് ചെയ്യുന്നു? പ്രസിദ്ധീകരിക്കുന്നു. അപ്പൊ എഴുതിയത് ബിന്നി പി ജോൺ ആണ്. പ്രസിദ്ധീകരിക്കുന്ന പേര് ബിന്നി പി ജോൺ എന്ന പേരിലാണത് പ്രസിദ്ധീകരിക്കുന്നത്. ബിന്നി പി ജോൺ ഒരു പുസ്തകം എഴുതുന്നു. ബിന്നി പി ജോൺ പുസ്തകം എഴുതിയിട്ട് ഇത് ചിന്തിക്കുകയാണോ, ഇത് എൻ്റെ പേരിൽ ഇറക്കണ്ട, ഒരു കാര്യം ചെയ്യാം. ഏകദേശം ഞാൻ പറഞ്ഞ ആശയങ്ങളോടൊക്കെ സാമ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് അതേ എഴുതിയിരിക്കുന്നത്. അപ്പം അതേ പറയുന്ന ഷിബു പീഡേക്കൽ എന്ന് പറഞ്ഞ് ആ പുസ്തകം ഇറക്കും. ആ പുസ്തകം സ്യൂഡോനിമസ് ആണ്. കാരണം ഞാൻ എഴുതുന്നത് ബിന്നിയാ, പക്ഷെ ബിന്നി അത് ഇറക്കി വിടുന്നത് എൻ്റെ പേരിൽ. അപ്പൊ അതിനെയാണ് സ്യൂഡോനിമസ് എന്ന് പറയുന്നത്. പുരാതന ലോകത്തെ ഒരു പതിവ് പരിപാടിയായിരുന്നു ഈ സ്യൂഡോനിമസ്. സ്യൂഡോനിമസ് അങ്ങനെ എഴുതുന്നത് സുഡോപ്പിഗ്രാഫ്, നമ്മുടെ സുഡാപ്പികൾ എന്നൊക്കെ പറയില്ല, അത് സുഡാപ്പിഗ്രാഫ് എന്ന് പറയും, സ്യൂഡോപ്പിഗ്രാഫ്. അപ്പൊ സ്യൂഡോനിമസ് ആയിട്ടുള്ള ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ ബിന്നി പി ജോൺ ഒരു പുസ്തകം എഴുതിയിട്ട് ബിന്നി പി ജോണിന്റെ പേരിൽ തന്നെ ആ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോനിമോസ്. ഓർത്തോ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ്, റൈറ്റ്. ഞാൻ എപ്പോഴും പറയും ഓർത്തോ ദുക്സ എന്ന് പറഞ്ഞാൽ പ്രൈസ്, സ്തുതി. സ്തുതി ചൊവ്വാക്കട്ടെ. ഓർത്തഡോക്സ് സ്ട്രെയിറ്റ് ഫെയ്ത്ത് ആണ്, സ്ട്രെയിറ്റ് പ്രൈസ് ആണ്. ട്രൂ വർഷിപ്പേഴ്സ്, സത്യനമസ്കാരികൾ എന്ന് യേശു പറഞ്ഞു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കും. നമ്മൾ പാരാഫ്രൈസ് ചെയ്ത് വായിച്ചാൽ ഓർത്തഡോക്സുകാർ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കും. അതാണ് സത്യനമസ്കാരികളിലുള്ള, അതാണ് ഓർത്തഡോക്സുകാർ, അതാണ് ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ സത്യനമസ്കാരികൾ. അപ്പൊ ഓർത്തഡോക്സുകാർ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ ഓർത്തോഡോണ്ടിക്സ്, ഈ പല്ല് നേരെയാക്കുക, ഓർത്തോഡോണ്ടിക്സ് അല്ല ഓർത്തോപീഡിക്സ്, എല്ല് നേരെയാക്കുന്നവരെ വിളിക്കുന്ന. അപ്പൊ ഓർത്തോ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ്. അപ്പൊ അങ്ങനെ നമ്മൾ പെൻഡക്കോസുകാരെ നേരെയാക്കുന്ന ഓർത്തോപെൻഡോസ് എന്നുള്ളൊരു ഗ്രൂപ്പായിട്ട്. അപ്പൊ ഇത് ഓർത്തോനിമോസ്. അപ്പൊ ഓർത്തോനിമോസ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അതേ പേര് എഴുതിയ ആള് തന്നെ കൃത്യം പേരിടുന്നതാണ് ഓർത്തോനിമോസ്. ഈ പഴയ കാലത്ത് ഈ ആളുകൾക്കൊന്നും ഈ സർനെയിം അത്ര വ്യാപകമല്ലായിരുന്നു. ഒറ്റ പേരേ ഉള്ളൂ, ഗിവൺ നെയിം അല്ലെ ഫസ്റ്റ് നെയിം, നമ്മുടെ പേര്. ഇപ്പൊ എൻ്റെ പേര് ഷിബു, ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എത്രയുണ്ട്? ഷിബു എന്നുള്ള പേര് വളരെ കോമൺ ആണ്, ഒരുപാടുണ്ട്. ഇപ്പൊ തന്നെ ഷിബു കുര്യൻ, ഷിബു നെടുവേലി, അല്ലെങ്കിൽ ഷിബു ചക്രവർത്തി, ഇങ്ങനെയൊക്കെ ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും. ഈ ഇതിൽ തന്നെ പലരുണ്ട് ഈ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ. ഷിബു ജേക്കബ്. ഇതെങ്ങനെ തിരിച്ചറിയുന്നത്? അപ്പൊ സർനെയിം അങ്ങ് ഇല്ല എങ്കിൽ ഷിബു എന്നൊരു പേരേ ഉള്ളൂ. തോമസ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അന്ന് പാലസ്തീനിലൊക്കെ എത്രയോ തോമസ് ഉണ്ട്, എത്രയോ ജൂദാസ് ഉണ്ട്, എത്രയോ ജെയിംസ് ഉണ്ട്, എത്രയോ ജോസഫ് ഉണ്ട്. ഇതെല്ലാം ഒറ്റ പേരേ ഉള്ളൂ. ചിലപ്പോൾ തിരിച്ചറിയാൻ ഇന്നയാളുടെ മകനായ ബർ യോന ഷീമോനെ. ഷീമോൻ എന്നുള്ള പേര് ധാരാളമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്തയ്ക്കൂടെ വിളിക്കും അങ്ങനെ ബർ യോന ഷീമോനെ എന്ന് പറഞ്ഞാൽ. അപ്പൊ മുസ്ലിങ്ങൾ വരുമ്പോഴേക്കും ഇബ്നു എന്ന് പറയും. ഇബ്നു ബത്തൂത്ത എന്ന് പറഞ്ഞാൽ ബത്തൂത്തായുടെ മകൻ. ഇബ്നു മറിയ എന്ന് പറഞ്ഞാൽ മറിയത്തിന്റെ മകൻ. ബർ യോനായുടെ മകൻ, അങ്ങനെയൊക്കെ വിളിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഈ ഇലക്ഷന്റെ സമയത്ത് കേരളത്തിൽ ഒരു പരിപാടിയുണ്ട്, അപരനെ നിർത്തുക. VM സുധീരൻ മത്സരിക്കുന്നു.
അപ്പൊ എവിടുന്നെങ്കിലും ഒരു ഉണക്ക VM സുധീരൻ എന്ന് പേരുള്ളവനെ പൊക്കിയെടുത്തുകൊണ്ട് ഇലക്ഷന് നിർത്തുക. സെയിം പേരല്ലേ. അപ്പൊ നമുക്കിവിടെ ഇനീഷ്യൽ ഉള്ളതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കിട്ടാൻ. പഴയ കാലത്ത് ഇനീഷ്യൽ ഇല്ല, സർനെയിം ഇല്ല. അപ്പൊ തോമസ് എന്ന് പേരുള്ള ഒരാള് ഒരു സുവിശേഷം എഴുതുന്നു. തോമസ് എന്ന ഞാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചരിത്രം എഴുതുന്നു. ജനങ്ങൾ ചിന്തിക്കുന്നത് ഏത് തോമസ് എഴുതുന്ന? കർത്താവിന്റെ അപ്പോസ്തലൻ തോമസ് ആണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നും. എന്നാൽ സൂക്ഷ്മമായിട്ട് ചോദ്യം ചെയ്താൽ അവൻ ഇന്നസെന്റ് ആണ്. അവൻ ഇന്നസെന്റ് ആണ്. അവന്റെ പേര് ഇവന്റെ പേരായിപ്പോ അവന്റെ കുറ്റമല്ല. അങ്ങനെ വരുന്ന കാര്യത്തിന് ഹോമോനിമോസ്. ഹോമോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം പേരാണ്. ഹോമോനിമോസ് ആണ് ആ പുസ്തകം. അപ്പൊ സ്യൂഡോനിമോസ് എന്ന് പറഞ്ഞാൽ വ്യാജമായിട്ട് പേരിടുക. ഹോമോനിമോസ് എന്ന് പറഞ്ഞാൽ സെയിം പേരുകാരന്റെ പുസ്തകമാണ്. ഓർത്തോനിമോസ് എന്ന് പറഞ്ഞാൽ നല്ല കൃത്യമായിട്ട് എഴുതിയ ആള് ആ ആളുടെ തന്നെ പേര് കൃത്യമായിട്ട് എഴുതുന്നു, ഓർത്തോനിമോസ്. ഇനി വേറൊന്നുണ്ട്, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യവും പിടികിട്ടും. ഒരു പുസ്തകം അങ്ങോട്ട് ഇറക്കി വിടുകയാണ്, പേരുമില്ല, നാളുമില്ല, ഊരുമില്ല, ആരെഴുതാന്ന് എഴുതിയില്ല, ആർക്ക് എഴുതാന്ന് പറഞ്ഞില്ല. ഉദാഹരണത്തിന് എബ്രായ ലേഖനം ആരെഴുതുക? ആർക്ക് എഴുതുക? മത്തായിയുടെ സുവിശേഷം nobody knows who wrote it. nobody knows. ഒരു തെളിവില്ലാതെ എഴുതിയ ആരാണ്? അങ്ങനെ വരുന്ന പുസ്തകത്തിന്റെ പേരാണ് അനോണിമസ്. അത് നമുക്ക് പരിചയമുണ്ട്. മിക്കവാറും നമ്മൾ അനോണിമസ് എന്ന് കാണാറുണ്ട്. അനോണിമസ് എന്ന് പറഞ്ഞാൽ അജ്ഞാതനായ ഒരാളാണ്. ആരെഴുതിയെന്ന് അറിയില്ല. അനോണിമസ്. അപ്പൊ ഈ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ വരുമ്പം സ്യൂഡോനിമോസ് ഉണ്ട്, ഹോമോനിമോസ് ഉണ്ട്, ഓർത്തോനിമോസ് ഉണ്ട്, അനോണിമസ് ഉണ്ട്. 4 രീതിയിലാ പേര് വരും. ബൈബിളിലെ ഈ പുതിയ നിയമത്തിലെ കുറഞ്ഞത് 10 പുസ്തകം അനോണിമസ് ആണ്. ആരെഴുതാന്നറിയില്ല. സ്യൂഡോനിമോസ്. പൗലൂസിന്റെ 14 ലേഖനങ്ങളിൽ 7 പൗലൂസിൻ്റെതാണ്. ഓർത്തോനിമസ് ആണ് 7. മോഡേൺ സ്കോളർഷിപ്പ് ഇറ്റ്സ് നോട്ട് മൈ പേഴ്സണൽ ടേക്ക്. ഇത് ഞാൻ ആധുനിക എന്നായിരുന്നു പണ്ഡിതന്മാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ഇന്നറൻസി, ബൈബിൾ ഇന്നറന്റ് ആണ്. എറേഴ്സ് വിതൗട്ട് എറേഴ്സ്. ബൈബിൾ ഹാസ് നോ എറേഴ്സ്. ഇതിന് എറേഴ്സ് ഇല്ലെന്ന് പറയുന്നത്. എറന്റ്, ഇൻഎറന്റ് എന്ന് പറഞ്ഞാൽ എറർ ഇല്ലാത്തത്, തെറ്റില്ലാത്തത്. അപ്പൊ ഇൻഎറന്റ് ആയ ബൈബിൾ. അപ്പൊ ഇന്നറന്റ് എന്ന ബൈബിളിന്റെ ആ സ്വഭാവ സവിശേഷത അതാണ് ഇന്നറൻസി. ഇന്നറൻസി ഓഫ് ബൈബിൾ എന്നതിലാണ് അതോറിറ്റി ഓഫ് ബൈബിളിനെ ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ബൈബിൾ ഹാസ് നോ സച്ച് ഇന്നറൻസി. ബൈബിളിന് അങ്ങനെ ഒരു ഇന്നറൻസി ഇല്ല. ബൈബിളിന് അങ്ങനെ ഒരു ഇന്നറൻസി ഇല്ല. ദിസ് ഈസ് എ സീരീസ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സീരീസ് ആയിട്ട് ഇന്നൊരു ദിവസം കൊണ്ട് പറഞ്ഞു തരത്തില്ല. ബൈബിൾ ഹാസ് നോ സച്ച് ഇന്നറൻസ്. ഇതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പേര് മാറ്റി, ഇപ്പൊ സ്യൂഡോനിമോസ് ആയിട്ട്, അതായത് മറ്റൊരാള് ഈ പേരിൽ എഴുതുന്നതിന് പല ഉദ്ദേശമുണ്ട്. നിങ്ങൾക്കറിയാവോ, ഒരു പ്രസിദ്ധനായ എഴുത്തുകാരനുണ്ട്, സാമുവേൽ ക്ലെമൻസ് എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനുണ്ട്. സാമുവേൽ ലോഹാൻ ക്ലെമൻസ് അല്ലെങ്കിൽ സാമുവേൽ എൽ ക്ലെമൻസ്. ആരാണ് സാമുവേൽ ക്ലെമൻസ്? നിങ്ങൾ സാമുവേൽ ക്ലെമൻസിന്റെ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടോ? ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പക്ഷേ സാമുവേൽ ക്ലെമൻസിന്റെ പുസ്തകങ്ങളൊക്കെ അറിയപ്പെടുന്നത് മാർക്ക് ട്വെയിൻ എന്ന പേരിലാണ്. മാർക്ക് ട്വെയിൻ, അത് വായിച്ചിട്ടുണ്ട്, സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ മാർക്ക് ട്വെയിൻ എന്ന് പറഞ്ഞ ഒരാളില്ല. മാർക്ക് ട്വെയിൻ ഇല്ല. പകരം സാമുവേൽ ക്ലെമൻസ് ആണ്. മാർക്ക് ട്വെയിൻ എന്നുള്ള പേരില്ല, സ്യൂഡോനിമസ്. അത് നിർദോഷം, നിരുപദ്രവകരമായ തൂലികാ നാമം എന്നാ പറയും. വേറെ ഉദ്ദേശമൊന്നുമില്ല. ജോർജ് എലിയറ്റിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജോർജ് എലിയറ്റ് നോവലിസ്റ്റ്, പോയറ്റ് ഒക്കെ ആയിരുന്നു.
കവിയായിരുന്നു. നോവലിസ്റ്റുകൾ, ചെറുകഥകളൊക്കെ എഴുതി. ജോർജ് എലിയറ്റ്, നമ്മൾ എത്രയോ കാര്യങ്ങൾ ജോർജ് എലിയറ്റിന്റെ വായിച്ചിട്ടുണ്ട്. ആക്ച്വലി ജോർജ് എലിയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയായിരുന്നു, മേരി ഇവാൻസ്. മേരി ഇവാൻസ് എന്നുള്ള സ്ത്രീയാണ്. അവരുടെ പുസ്തകം, ഒരു സ്ത്രീയുടെ പുസ്തകം എഴുതിയാൽ എത്രമാത്രം സമൂഹം സ്വീകരിക്കുമെന്നൊന്നും അറിയത്തില്ല. ചില ഒരു ഒഡാസിറ്റിയിലൊക്കെ എഴുതാൻ അവരൊരു പുരുഷനാമം സ്വീകരിച്ചു. ജോർജ് എലിയറ്റ്, വിശ്വവിഖ്യാതനായ ജോർജ് എലിയറ്റ്. പക്ഷെ നമ്മൾ അത്രയും പറയുന്ന ഒരു സ്ത്രീയാണ്. ഈ പുസ്തകങ്ങൾ നമ്മൾ കാണുന്നൊന്നും അവരൊന്നും എഴുതിയല്ല. മത്തായിയുടെ സുവിശേഷം, മത്തായി സുവിശേഷം എഴുതിയോ? എന്താ തെളിവ്? മർക്കോസ് സുവിശേഷം എഴുതിയോ? ഡു യു ഹാവ് എനി ഇന്റേണൽ എവിഡൻസ് ഓർ എക്സ്റ്റേണൽ എവിഡൻസ്? ലൂക്കോസ് സുവിശേഷം എഴുതിയോ? ഡു യു ഹാവ് എനി എവിഡൻസ് ഇന്റേണലി? യോഹന്നാന്റെ സുവിശേഷം യോഹന്നാൻ എഴുതിയാണോ? മോഡേൺ സ്കോളർഷിപ്പ് പറയുന്നത് നോ എന്നാണ്. ഷെയിം ഓൺ യു പെന്റക്കോസ്റ്റൽ ഇഡിയറ്റ്സ്, ഷെയിം ഓൺ യു. ഭയങ്കര സ്നേഹം എനിക്ക് വരുമ്പോൾ ഞാൻ പെന്തക്കോസ്തുകാരെ വിളിക്കുന്ന ഒരു പേരാ അത്. നിങ്ങളങ്ങ് ക്ഷമിക്കും. അപ്പൊ ഇതൊന്നും അല്ല. ഇത് മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ, ഇതൊക്കെ സഭ ഇട്ട പേരാണ്. സഭ ഇട്ട പേരുകളാണ് ഇതൊക്കെ. ഒറിജിനലി ആ ബുക്കിന് അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഇതിന് എന്തിനാണ് ഇവരിങ്ങനെ ബുക്കുകൾ എഴുതിയത്? ഇവരിങ്ങനെ ബുക്കുകൾ എഴുതിയത് എന്തിനാണ്? അപ്പൊ അതിന് ഇന്റൻഷൻ എന്നാ പറയുന്നത്, അല്ലെ? ഉദ്ദേശം. ഇങ്ങനെ പുസ്തകം എഴുതേണ്ട ഇന്റൻഷൻ എന്നാ? വാട്ട് ഈസ് ദ ഇന്റൻഷൻ ബിഹൈൻഡ്? ഇന്റൻഷൻ എന്താ? ഉദ്ദേശം, ഇന്റൻഷൻ എന്താ? ഇന്റൻഷൻ എന്താണ്? ഇപ്പൊ ഞാന് പുറത്തോട്ട് പോവാ. അപ്പൊ എന്നോട് ചോദിക്കുകയാണ്, എന്താ, എവിടെ പോവാ? എന്താ? ഞാൻ ചിക്ഫിലെ പോവാ, ഒരു സാൻഡ്വിച്ച് മേടിക്കാൻ. എന്റെ ഉദ്ദേശം, പോകുന്നതിന്റെ ഉദ്ദേശം അതാണ്, ചിക്ഫിലെ നിന്നൊരു സാൻഡ്വിച്ച് മേടിക്കും. പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ ഇവിടുന്ന് എഴുന്നേറ്റ് ആ ചിക്ഫിലയിൽ സാൻഡ്വിച്ച് മേടിക്കാൻ പോകുന്നതിന്റെ മോട്ടിവേഷൻ എന്താണ്? മോട്ടിവേഷൻ, ഇന്റൻഷൻ, മോട്ടിവേഷൻ എന്താണ്? എനിക്ക് വിശക്കുന്നു, എന്റെ വിശപ്പാണ്. മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ് മോട്ടിവേഷൻ, പ്രേരകം. അപ്പൊ ഇത് എഴുതുന്ന ഇന്റൻഷനും ഉണ്ട്, മോട്ടിവേഷനും ഉണ്ട്. ഇപ്പൊ ഈ കോടതിയിലൊക്കെ കുറ്റവിചാരണയൊക്കെ വരുമ്പോൾ ഇതെല്ലാം അവർ പരിശോധിക്കും, എന്നിട്ട് ശിക്ഷ വിധിക്കുന്നു. ഇന്റൻഷൻ എന്താണ്? അവനെ കൊല്ലുക എന്നുള്ളതാണ് ഇന്റൻഷൻ, കുത്തി. മോട്ടിവേഷൻ എന്താണ്? സ്വയം രക്ഷിക്കുക എന്നുള്ളതാണ്, കേസ് മാറി. ഇന്റൻഷൻ എന്താണ്? അവനെ കൊല്ലുക, കുത്തി. ആക്ട് എന്താണ്? കുത്തി എന്നുള്ളതാണ് ആക്ട്, കുത്തി. ആക്ട് കുത്തി എന്നുള്ളതാണ്. ഇന്റൻഷൻ എന്താണ്? അവനെ കൊല്ലുക എന്നുള്ളതാണ്. മോട്ടിവേഷൻ എന്താണ്? അവൻ ചത്തു കഴിയുമ്പോൾ അവന്റെ ഭാര്യയെ സ്വന്തമാക്കുക എന്നുള്ളതാണ്. മാറിപ്പോയുണ്ടോ? മോട്ടിവേഷൻ പോയുണ്ടോ? അപ്പൊ മോട്ടിവേഷൻ വേറെ, ഇന്റൻഷൻ വേറെ. ഈ സുഡോപ്പിഗ്രാഫി ഉണ്ടാകുന്നതിന്റെ ഇന്റൻഷൻ എന്താണ്? ഇന്റൻഷൻ ഒന്നേ ഉള്ളൂ, സ്വന്തം പേര് മറച്ചു വെക്കുക. മോട്ടിവേഷൻ എന്താണ്? മോട്ടിവേഷൻ എന്താണ്? അപ്പൊ അതാണ് നമ്മൾ നോക്കേണ്ടത്. മോട്ടിവേഷൻ വേറെയാണ്, ഇന്റൻഷനും വേറെയാണ്. ഈ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടതിന്റെ, ഇപ്പൊ ഈ ലോകത്ത് ധാരാളം ഈ സുഡോപ്പിഗ്രാഫി ഉണ്ടാകുന്നുണ്ട്. ആധുനിക കാലത്തും അതിനെ വ്യാജരേഖ ചമയ്ക്കുക. പണ്ട് മനോരമയില് CV നിർമ്മല, ഈ മംഗളം മനോരമ അങ്ങനെയൊക്കെയുള്ള ആഴ്ചപ്പതി പൈങ്കിളി വാരികകളിൽ CV നിർമ്മല എന്ന് പറഞ്ഞൊരു നോവലിസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. ഭയങ്കര ഇതായിരുന്നു കേട്ടോ CV നിർമ്മല. ആ സമയത്ത് തന്നെ ജോയ്സി എന്ന് പറഞ്ഞ് ഒരാളുടെ നോവലുണ്ട്, ഭയങ്കര ഹിറ്റായിരുന്നു. സത്യത്തിൽ ജോയ്സി എന്ന് പറഞ്ഞും എഴുതുന്ന ആള് തന്നെയാണ് CV നിർമ്മല എന്ന് പറഞ്ഞു എഴുതിയത്.
അതിൻ്റെ മോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടെ ഒരു വനിതാ എഴുത്തുകാരിയുടെ എഴുത്തുകൾ നോവൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ കൂടെ ആകർഷിക്കുക. അപ്പൊ തന്നെ വേറെ പേരിലും 4 വ്യത്യസ്ത പേരുകളിൽ അയാൾ നോവലുകൾ എഴുതിക്കൊണ്ടേയിരുന്നു. അയാൾ കഥ എഴുതുക, പല പല കഥകൾ, പല പല പേരുകളിൽ. നമുക്കറിയാമല്ലോ, PC കുട്ടിക്കൃഷ്ണൻ ഉറൂബ് എന്ന പേരിലാണ് അദ്ദേഹം പുസ്തകങ്ങളൊക്കെ. ഉറൂബ് ആരാണ്? ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ സർവജിത്ത് എന്ന പേരിൽ ലേഖനങ്ങളൊക്കെ എഴുതുവാൻ, അതാർക്കും അറിയത്തില്ല എന്നാ കാലഘട്ടത്തിൽ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സർവജിത്ത് ഇത് എഴുതി കൊള്ളാമല്ലോ, ഞാൻ വേണ്ടിയിട്ടില്ല. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇത് പറയുന്നത്. കുറേ ലേഖനങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഞാനാണ് എഴുതിയതെന്ന് അറിയാത്തതുകൊണ്ട് ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. അല്ലാതെ അത്ര ബോറൻ സാധനമൊക്കെ വായിച്ചാൽ എൻ്റെ കഴുത്ത് ഞെക്കിയത്. അപ്പോൾ എന്തെങ്കിലും ആട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. അതൊക്കെ നിർദോഷമായിട്ടാണ്. അത് നമ്മൾ പത്രക്കാർക്കറിയാം ഇത് ആരയച്ചെന്ന്. നിർദോഷമായ കാര്യം, ചുമ്മാ വേറൊരു പേരിൽ. അതിനാണ് തൂലികാനാമം എന്ന് പറയുന്നത്. പക്ഷേ ഗുരുതരമായ രീതിയിൽ ഈ സുഡോനിമസ് ആയിട്ട് എഴുതുന്നുണ്ട്. പിന്നെ വ്യാജരേഖ ചമയ്ക്കുക, അത് നമ്മുടെ റിയൽ എസ്റ്റേറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ. മോഹൻലാലിൻ്റെ ഒരു മൂവിയുണ്ട്, ഇവിടം സ്വർഗമാണ് എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. ആ മൂവി നിങ്ങൾ കണ്ടാൽ മതി, കാണണം. ഈ ലോക്ക്ഡൗൺ സമയത്ത് കാണാത്തവർ കാണുക, യൂട്യൂബിലൊക്കെ ഉണ്ട്. നല്ല മൂവിയാണ്. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് വ്യാജരേഖ ചമയ്ക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഈ സ്യൂഡോനിമസിന്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1980 1980 ഒരു ബിരുദൻ വലിയൊരു സംഭവം കണ്ടെത്തി. ഹിറ്റ്ലറുടെ ഡയറി കുറിപ്പുകൾ കണ്ടെത്തി. അപ്പം അദ്ദേഹം ഒരു ജർമ്മൻകാരനായിരുന്നു. ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. കോൺറാഡ് എന്നാണ് അദ്ദേഹത്തിന്. ഈ കോൺറാഡ് തനിക്കുള്ള അസാമാന്യമായ കലാവിരുദിനെ കണ്ടെത്തി. പടം വരയ്ക്കാൻ, കയ്യക്ഷരങ്ങൾ അനുകരിക്കാനൊക്കെ തനിക്ക് ഭയങ്കര കഴിവാണെന്ന് കണ്ടെത്തിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഹിറ്റ്ലറുടെ ഡയറി കുറിപ്പ് തയ്യാറാക്കി. അത് ഈ തേയില വെള്ളത്തിലൊക്കെ മുക്കി പഴക്കം വരുത്തി. അപ്പൊ ഡോക്യുമെന്റ്സിന് പഴക്കം വരുത്തുന്നത് എങ്ങനെയാണ്, വ്യാജരേഖ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ തൽക്കാലം നിങ്ങൾക്ക് കാണാൻ. നിങ്ങൾ ഇവിടം സ്വർഗമാകുന്നു സിനിമ കണ്ട് അതിനകത്തെ ജഗതി ശ്രീകുമാറിന്റെ കഥാപാത്രത്തെ കാണുക. സിനിമ കണ്ട തല പൊട്ടിത്തെറിച്ചു പോകുന്ന അതിവിശുദ്ധന്മാര് ലൈവിൽ നിന്ന് ഇറങ്ങി പോവുക. അത്ര വിശുദ്ധി കാത്തു സൂക്ഷിക്കാത്തവർ മാത്രം ഇവിടെ തുടരുക. അപ്പൊ അങ്ങനെ കള്ള പെന്തക്കോസുകാർ ഓടട്ടെ, ഇവന്മാരെല്ലാം വീട്ടിൽ നിന്ന് സിനിമ കാണുന്നുണ്ട് വിശുദ്ധിയെ തേക്കും. അപ്പൊ എന്നിട്ട് നിങ്ങൾ ആ സിനിമ പോയി കാണുക. അപ്പൊ ഞാനൊരിക്കല് ഒരു സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു പാസ്റ്റർ അറിയാതെ പറഞ്ഞു, അത് ആ സിനിമ അല്ലല്ലോ. ഞാൻ പാസ്റ്റർ അങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചോ, പുള്ളി ആ പടം കഴിഞ്ഞു. ആത്മാവ് വെളിപ്പെടുന്ന, ഞാൻ അതോർത്ത് ചിരിച്ച്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണാത്തൊരു കാണുക കേട്ടോ, നല്ല. അപ്പൊ ഈ കോൺറാഡ് എന്ന് പറഞ്ഞ ആള് ഈ ഹിറ്റ്ലറുടെ ഡയറി കുറിപ്പ് കണ്ടെടുത്തോ. നിങ്ങൾക്ക് അറിയാമല്ലോ, ഹിറ്റ്ലറുടെ ഡയറി കുറിപ്പ് ഇറങ്ങിയ എന്തോ. അപ്പം ജർമ്മനിയിലെ സ്റ്റേൺ മാഗസീൻ എന്ന് പറഞ്ഞ മാസികക്കാര് കോടിക്കണക്കിന് രൂപ കൊടുത്തത് മേടിച്ചു. അത് ഇംഗ്ലണ്ടിലെ ഒരു വിദ്വാനെ കൊണ്ട് പരിശോധിപ്പിച്ചപ്പോൾ വ്യാജ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആ വിദ്വാൻ പറഞ്ഞത് ഒറിജിനലാണെന്നും പറഞ്ഞു. ഇത് കേട്ടത് മതി കേൾക്കാത്തത് മതി, ജർമ്മൻ ഭാഷയിൽ എഴുതിയിരുന്നതാണ്. അപ്പൊ ജർമ്മൻ ഭാഷയിൽ ഇത് പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം സ്റ്റേൺ മാഗസിനാണ്. അപ്പൊ സ്റ്റേൺ മാഗസിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ റൂപ്പർട്ട് മർഡോക്ക് മില്യൺ കണക്കിന് $1 കൊടുത്ത് ഇംഗ്ലീഷിൽ അത് അടിക്കാനുള്ള അവകാശം ഇനി മേടിച്ചു. റൂപ്പർട്ട് മർഡോക്കിനെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഏഷ്യാനെറ്റിന്റെ ഒക്കെ ഉടമസ്ഥൻ. അത് ലോകത്ത് ഏറ്റവും കൂടുതൽ TV ചാനലുകൾ, ഏകദേശം 500ഓളം ടെലിവിഷൻ ചാനലുകളും 150-ലേറെ ദിനപത്രങ്ങളും ഒക്കെ സ്വന്തമായിട്ടുള്ള ആളാണ് റൂപ്പർട്ട് മർഡോക്ക്. അയാൾ മാധ്യമ ചക്രവർത്തി ഇന്നത്തെ ഈ ലോകത്തിൽ ഇപ്പോൾ ഉള്ള ആളാണ്, അത് റൂപ്പർട്ട് മർഡോക്ക്. അപ്പോൾ റൂപ്പർട്ട് മർഡോക്ക് സ്റ്റേൺ മാഗസിൻ്റെ നിന്ന് മില്യൺ കണക്കിന് $1 കൊടുത്തിട്ട് ഇത് ഇംഗ്ലീഷിൽ അടിക്കാനുള്ള അവകാശം മേടിച്ചു. ഇത് ഇംഗ്ലീഷിൽ അടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കാണ് സംഗതി മനസ്സിലായി. അപ്പോൾ എക്സ്പേർട്സ് രംഗത്ത് വന്നു. അത് ക്ലിയർ കേസാണ്, അത് വ്യാജരേഖയാണെന്ന് തെളിഞ്ഞു. വളരെ ദീർഘവർഷങ്ങളിലേക്ക് അദ്ദേഹം തടവിൽ ശിക്ഷിക്കപ്പെട്ടു. അങ്ങനെ കോൺറാഡ് ജയിലിലൊക്കെ ആയി. പിന്നെ ജയിൽ മോചിതനായി. അത് കഴിഞ്ഞ് പിന്നെ അയാൾ ഈ പ്രസിദ്ധരായ ആളുകളുടെ എണ്ണഛായാചിത്രങ്ങളൊക്കെ കോപ്പികൾ ഉണ്ടാക്കി വിൽക്കുന്ന പരിപാടിയിലാണ് അയാൾ പിന്നെ തുടർന്ന് ജീവിക്കുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞ വ്യാജരേഖ ചമയ്ക്കുക എന്നുള്ളത് എല്ലാ കാലത്തുമുള്ള മനുഷ്യന്റെ സ്വഭാവ ഗുണമായിരുന്നു. പഴയ കാലത്ത് അങ്ങനെയുള്ള ആളുകൾ വളരെ അധികമുണ്ടായി.
അതിനവരെ പ്രേരിപ്പിച്ചത് പല കാര്യങ്ങളാണ് അവരെ പ്രേരിപ്പിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു ബിരുദനാണ് പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ഡൈനീഷ്യസ്, നമ്മൾ ദിവനാസിയോസ് എന്നൊക്കെ പറയുന്നത്. അത് ക്രിസ്ത്യാനി ഒന്നുമല്ല കേട്ടോ, അത് ഒരു സ്റ്റോയിക്ക് തത്വചിന്തകൻ ആയിരുന്നു. സ്റ്റോയിക്കരും എപ്പിക്കൂരും എന്ന് പറഞ്ഞ രണ്ട് ഫിലോസഫി ഗ്രൂപ്പുകളാണ് അവിടെ ഉണ്ടായത്. അപ്പൊ സ്റ്റോയിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ ഒടിയോടു കൂടി എന്നെ മടി വിളി, അപ്പൊ ആ ഒരു ടൈപ്പ്. അപ്പൊ സ്റ്റോയിക്ക് ചിന്തകനായിരുന്ന ഇയാൾ കുറെ നാൾ കഴിഞ്ഞപ്പോൾ സ്റ്റോയിക്ക് ചിന്തകള് വിട്ടു. അതൊന്നും ശരിയല്ല, തട്ടിപ്പാണ് എന്ന് മനസ്സിലായി. അപ്പൊ അദ്ദേഹത്തിന്റെ പാസ്റ്റർ ഉണ്ടായിരുന്നു ഹെറാക്ലൈറ്റ്സ് എന്ന് പറയും. അദ്ദേഹത്തിന്റെ ഗുരുവൊക്കെ ആയിരുന്നു ഹെറാക്ലൈറ്റ്സ്. ഇവർ തമ്മിൽ എതിർപ്പായി. അപ്പൊ കഠിനമായ ചില വാക്കുകളും ചില കാര്യങ്ങളും അതിനകത്ത് വലിയ ക്ലാഷ് ഒക്കെ ഉണ്ടായി. അപ്പൊ ഈ ഹെറാക്ലൈറ്റ്സിന് പ്രതികാരം ചെയ്യാൻ ഈ ഡൈനീഷ്യസ് തീരുമാനിച്ചു. ഡൈനീഷ്യസ് തീരുമാനിച്ചിട്ട് ഒരു പുസ്തകം എഴുതി, ഒരു നാടകം, ഒരു ദുരന്ത നാടകം. അത് സൊഫോക്ലിസ് എന്ന പ്രസിദ്ധനായ ഒരാളുടെ പേരിലാണ് ഇറക്കിയത്. അതായത് സൊഫോക്ലിസിന്റെ ഒരു നാടകം എന്ന നിലയ്ക്ക്, അതായത് സ്റ്റോയിക്കാരനാണ്. ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തു, ഇതിങ്ങനെ പ്രചരിച്ച് അതിന്റെ ഒരു കോപ്പി നമുക്ക് ആർക്ക് കിട്ടി? ഹെറാക്ലൈറ്റ്സിന് കിട്ടി. എന്ന് പറഞ്ഞാൽ ഇയാളുടെ ശത്രുവും പഴയ ഗുരുവുമായ വ്യക്തിക്ക് കിട്ടി. ഇതായിരുന്നു ഇയാൾ കാത്തിരുന്ന സമയം. ഹെറാക്ലൈറ്റ്സിന് ഇത് വായിച്ചിട്ട് അങ്ങ് ആവേശം കയറി. അടിപൊളിയാണല്ലോ. പിന്നെ അദ്ദേഹം അതിൽ നിന്ന് അങ്ങ് ഉദ്ധരിക്കാൻ തുടങ്ങി. ഇങ്ങനെ നമുക്ക് സൊഫോക്ലിസിന്റെ പുസ്തകം കിട്ടിയിട്ടുണ്ട്, നാടകം കിട്ടിയിട്ടുണ്ട്, ഇതാണ് പ്രസംഗത്തിലും ആളുകളോട് കുറെ ഇയാൾ ഇതിന്റെ ഒരാളായി കഴിഞ്ഞപ്പോൾ ഡൈനീഷ്യസ് പടക്കം പൊട്ടിച്ചു. അത് ഞാൻ ചുമ്മാ എഴുതിയതായിരുന്നു, കളിപ്പീരായിരുന്നു, ഡ്യൂപ്ലിക്കേറ്റ് ആണ്, പറ്റിച്ചേ എന്നുള്ള രീതി. ഇപ്പൊ ഹെറാക്ലൈറ്റ്സും അനുയായികളും പറഞ്ഞല്ല, ഇത് ഓതന്റിക് ആണ്, ഇത് ഒറിജിനലാണ്, ഇതാണ് സത്യം, ഇത് ആധികാരികമാണ്, ഇതാണ്. അപ്പൊ ഡൈനീഷ്യസ് അതിനകത്ത് ചില സൂത്രപ്പണികൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഈ നാടകം എഴുതി. അതിനകത്തൊരു പ്രത്യേക അടുക്കില് ഓരോ വരികളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്ത് വായിച്ചു കഴിയുമ്പോൾ ഓരോ കോഡ് വെച്ച്, അന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരു സമ്പ്രദായമുണ്ട്, കോഡ് വെച്ച് എഴുതുക. അതാണ് ബൈബിൾ കോഡ് എന്ന് പറഞ്ഞൊരു വിദ്വാൻ ഒരു പുസ്തകം ഇറക്കി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി. ബൈബിളിനകത്ത് അങ്ങനെ കോഡുകളുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇയാളുടെ ആൺ സുഹൃത്തിന്റെ പേര് അതിനകത്തുണ്ട്, അത് കാണിച്ചു കൊടുത്തു. അപ്പൊ പറഞ്ഞു അത് യാദൃശ്യമാണ്, അതിൽ കാര്യമില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു പൂർണ്ണ വാചകം അൺകോഡ് ചെയ്ത് കാണിച്ചു കൊടുത്തു, ഒരു പൂർണ്ണ വാചകം. അപ്പോൾ പൂർണ്ണ വാചകം അൺകോഡ് ചെയ്ത് കാണിച്ചപ്പം ഇവര് ലജ്ജിച്ചു. അത് കഴിഞ്ഞ് ഇവരുടെ പേരടക്കം ഈ ഹെറാക്ലൈറ്റ്സ് ഒരു വിഡ്ഢിയാണെന്നും ഒക്കെ എഴുതിയിരിക്കുന്ന ഒരു വാചകം അതിനകത്ത് നിന്ന് അൺകോഡ് ചെയ്ത് കാണിച്ചു. തന്റെ അജ്ഞതയെക്കുറിച്ച് ലജ്ജയില്ലാത്ത വെറും ഒരു മണ്ടനാണ് ഹെറാക്ലൈറ്റ്സ് എന്ന് ആ നാടകത്തിനകത്ത് കോഡിൽ എഴുതിയിട്ടുണ്ട്. അതിങ്ങോട്ട് ഡൈനീഷ്യസ് എടുത്ത് കാണിച്ചതോടുകൂടെ തന്റെ ശത്രുവിനോടുള്ള പ്രതികാരം പൂർത്തിയായി. അപ്പൊ ഇയാൾ ആ നാടകം എഴുതിയതിന്റെ ഉദ്ദേശം എന്താ? വളരെ മനോഹരമായ നാടകമാണ്, ബ്രില്യന്റ് വർക്കാണ്, നല്ല കഷ്ടപ്പെട്ടാണ് എഴുതിയത്. സൊഫോക്ലിസിന്റെ പേരിൽ ഇത് എഴുതിയതിന്റെ മോട്ടിവേഷൻ റിവഞ്ച് ആയിരുന്നു, പ്രതികാരം. വേറെ ഒരാളുണ്ട്, ഒരു ക്രിസ്ത്യാനിയാണ്. ഇയാള് ഒരു പുസ്തകം എഴുതി, നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മൾ ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ നിന്നെല്ലാം വിട്ട് നമ്മൾ ജീവിക്കണം. വേറൊരുത്തന്റെ പുസ്തകം എഴുതി, ഒരിക്കലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്, അങ്ങനെ ഏർപ്പെടുന്നവരൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. പൗലൂസിന്റെ പേരിൽ എഴുതി. ലോകത്തിന്റെ മോഹങ്ങളെല്ലാം വിട്ട് ജീവിക്കണം, തിമോത്തിയോസിന്റെ പേരിൽ എഴുതി, തിമോത്തിയസ്. അത് പക്ഷെ പിടിക്കപ്പെട്ടു ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു, ഞാൻ തിമോത്തി എന്ന് പറഞ്ഞാൽ ദൈവത്താൽ മാനിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ പൗലൂസിന്റെ ശിഷ്യൻ തിമോത്തി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അയാൾക്ക് ശിക്ഷയൊക്കെ കൊടുത്തു സഭ. അത് ക്രിസ്ത്യാനി ചെയ്ത പണിയാണ്. അപ്പം പുരാതന ലോകത്തിലും യഹൂദന്മാരുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും ആ കാലഘട്ടത്തിൽ വ്യാജരേഖകൾ വ്യാപകമായിരുന്നു, വിപുലമായിരുന്നു. ഒരുപാട് വ്യാജരേഖകൾ. ഈ വ്യാജരേഖകൾ വന്നതിന്റെ അന്ന് ഒത്തിരി പേര് വ്യാജരേഖകൾ ഉണ്ടാക്കിയതിന്റെ ഒരു കാരണം, അന്നത്തെ ഈ
അധികം ലൈബ്രറികളില്ലായിരുന്നു. ഇന്നത്തെ പോലെയുള്ള ലൈബ്രറികളോ ആളുകൾക്ക് വായിക്കാനൊന്നുമില്ല. പിന്നെ ലൈബ്രറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാർക്ക് വേണ്ടി മാത്രമാണ് രാജാക്കന്മാര് ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ലൈബ്രറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലൈബ്രറി ആയിരുന്നു അലക്സാണ്ട്രിയ, ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. അലക്സാണ്ട്രിയൻ ലൈബ്രറിക്ക് വേണ്ടി പഴയ നിയമം തർജ്ജിമ ചെയ്തതാണ്, ഗ്രീക്കിലേക്ക് തർജ്ജിമ ചെയ്തതാണ് സെപ്റ്റുജിന്റ്. അതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ടോളമിയുടെ കാലത്തൊക്കെ അത് തർജ്ജിമ ചെയ്ത കാര്യം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അലക്സാണ്ട്രിയയിലെ ലൈബ്രറി. ഏഷ്യ മൈനറിലെ പെർഗമോസ്, അവിടെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു, 2 ലൈബ്രറി. ഈ 2 ലൈബ്രറി തമ്മിൽ ഒരു മത്സരമുണ്ടായിരുന്നു. ഇവരിൽ ആർക്കാണ് കൂടുതൽ ബുക്കുകൾ എന്ന് പറഞ്ഞാൽ കോപ്പിയല്ല, ഒറിജിനൽ. കൂടുതൽ ഒറിജിനൽസ് കൈവശമുള്ള ലൈബ്രറി ഏതാണ്? അപ്പൊ ഇങ്ങനെ ഈ അലക്സാണ്ട്രിയയിലും പെർഗമോസിലുമുള്ള ലൈബ്രറിക്കാര് ഒറിജിനൽ പുസ്തകമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പറയുന്ന വില കൊടുക്കും. അപ്പൊ പ്ലേറ്റോയുടെ, അരിസ്റ്റോട്ടലിന്റെ ഒക്കെ ഒറിജിനൽ റൈറ്റിംഗ്. പിന്നെ വല്ലതും വേണോ? പഴയ കാലത്തെ ജഗതി ശ്രീകുമാറുമാർ എന്ത് ചെയ്തു? പടപടപടാന്ന് പ്ലേറ്റോയുടെ പുസ്തകം ഇറക്കുന്നു, അരിസ്റ്റോട്ടലിന്റെ പുസ്തകം ഇറക്കുന്നു. എന്താ പറയുന്ന കാശ? ചില ബിരുദന്മാർ 2 ഉണ്ടാക്കും. അലക്സാണ്ട്രിയയിലും ഒരെണ്ണം വിൽക്കും, പെർഗമോസിലും ഒരെണ്ണം വിൽക്കും. അങ്ങനെ അന്നത്തെ കാലത്ത് വ്യാജ ഗ്രന്ഥങ്ങൾ വളരെ അധികം ഉണ്ടായിരുന്നു. അതിന്റെ മോട്ടിവേഷൻ എന്തായിരുന്നു? ഒന്നുമില്ല, പൈസ ഉണ്ടാക്കുക. മോട്ടിവേഷൻ സിമ്പിളായിരുന്നു. അങ്ങനെ ഒരു വ്യാജരേഖകളുടെ കുത്തൊഴുക്കുണ്ടായിരുന്ന ഒരു കാലമാണ്. ആക്സ് ഓഫ് പോള്, ആക്സ് ഓഫ് തോമസ്, ഒത്തിരി ഗ്രന്ഥങ്ങളുണ്ട്. ഗോസ്പൽ ഓഫ് മേരി മഗ്ദലിന, ഗോസ്പൽ ഓഫ് പീറ്റർ, ഗോസ്പൽ ഓഫ് പോൾ, ഗോസ്പൽ ഓഫ് ബർണബാസ്. ഒരുപാട് നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത. അതുപോലെ സെനക്കായും പൗലൂസുമായിട്ടുള്ള കത്തിടപാടുകൾ ഉണ്ടായിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പിന്നീട് സഭ തന്നെ കണ്ടെത്തി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പൗലൂസ് വലിയൊരു സമൂഹത്തിൽ സ്ഥാനമുള്ള ആളാണെന്ന് തെളിയിക്കാൻ ആരാണ്ട് കൂറുള്ളവൻ എഴുതി വിട്ടതാ. നല്ല ഉദ്ദേശത്തില്ല, മോട്ടിവേഷൻ നല്ലതാണ്. അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ എതിർപ്പ് വന്നൊരു പുസ്തകമാണ് ഇന്ന് നമ്മുടെ ബൈബിളിലുള്ള വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തെ പറ്റി ഭയങ്കര ഡിസ്പ്യൂട്ടായിരുന്നു. അലക്സാണ്ട്രിയയിലെ ഡൈനീഷ്യസ്, ഇതിപ്പോ മുമ്പേ പറഞ്ഞ കള്ളൻ ഡൈനീഷ്യസ് അല്ല കേട്ടോ, ഇത് ക്രിസ്ത്യാനിയാണ്, നമ്മുടെ സഭാപിതാവാണ് ദിവന്നാസിയോസ്, നമ്മുടെ ക്രിസ്ത്യൻ പണ്ഡിതനായിരുന്നു. ആ ദിവന്നാസിയോസ് ആണ് ആദ്യം വെളിപ്പാട് പുസ്തകത്തെ പറ്റി ഒരു എതിർപ്പ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, വെളിപ്പാട് പുസ്തകം എന്തുമായിക്കൊള്ളട്ടെ, ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, സെബദിയുടെ മകൻ യോഹന്നാനല്ല ഇത് എഴുതിയിരിക്കുന്നത്. സെബദിയുടെ മകൻ യോഹന്നാൻ. അപ്പൊ യോഹന്നാൻ പലതുണ്ട്. യോഹന്നാൻ എന്ന് പേരുള്ള മറ്റൊരാളാണ് വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നത് പലരും പറഞ്ഞു. കാരണം യോഹന്നാൻ എന്ന ഞാനെന്നേ ഉള്ളൂ, സെബദിയുടെ മകൻ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അലക്സാണ്ട്രിയയിലെ ദിവന്നാസിയോസ് പറഞ്ഞു, ഇത് സെബദിയുടെ മകനായ യോഹന്നാൻ എഴുതിയതല്ല. അപ്പം സഭാചരിത്രകാരനായ യൗസേബിയോസ് ദിവന്നാസിയോസിനേക്കാൾ മുമ്പ് വേറെ 2 പണ്ഡിതന്മാർ ഇതിന്റെ ഡിസ്പ്യൂട്ട് പറഞ്ഞിട്ടുണ്ട്. ദിവന്നാസിയോസ് പറഞ്ഞത് ഇത് സെബദിയുടെ മകനായ യോഹന്നാൻ എഴുതിയതല്ലെന്ന് മാത്രമാണ് ഡിസ്പ്യൂട്ട് പറഞ്ഞത്. പക്ഷേ മറ്റേ 2 പണ്ഡിതന്മാർ കുറെ കൂടെ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് സെബദിയുടെ മകൻ യോഹന്നാൻ എഴുതിയതല്ല, ഇതെന്താണ്, സ്യൂഡോനിമസ് ആണ്. അലക്സാണ്ട്രിയയിലെ ദിവന്നാസിയോസ് പറഞ്ഞത് ഹോമോനിമസ് ആണ്. കാരണം യോഹന്നാൻ എന്ന് പേരുള്ള വേറൊരാളായിരിക്കാം, ഇത് സെബദിയുടെ മകൻ യോഹന്നാൻ അല്ല, അപ്പൊ ഹോമോനിമസ് ആണ്. പക്ഷെ മറ്റു 2 പണ്ഡിതന്മാരോ നോ സുഡോനിമസ് ആണ്, ഇത് യോഹന്നാൻ എന്ന് പേരുള്ള മറ്റൊരാളും അല്ല, ഇത് എഴുതിയത് സെരിന്തസ് ആണ്. സെരിന്തസ് എന്ന കൊടു ദുരുപദേശകൻ, ഹെററ്റിക്. സെരിന്തസ് പഠിപ്പിച്ച കാര്യങ്ങളാണ്, യേശു മനുഷ്യനായിട്ട് ജനിച്ചു, സ്നാനപ്പെട്ടപ്പോൾ ക്രിസ്തു അവനിൽ വന്ന് വസിച്ചു, മരിക്കാൻ സമയത്ത് ക്രിസ്തു അവനെ വിട്ടുപോയി, യേശു മരിച്ചു. നമ്മുടെ അനിൽ കൊടുത്തോട്ടം പറയുന്ന ഉപദേശങ്ങൾ അതാണ് സെരിന്തസിന്റെ ഉപദേശം. ആ സെരിന്തസ് ഭാവിയിൽ ഭൂമിയിൽ 1000 വർഷം പർദീസ വരും എന്ന് പ്രചരിപ്പിച്ചിരുന്നു. അപ്പൊ തന്റെ ആ ഉപദേശം, സെരിന്തസിന്റെ ഒരുപാട് ഉപദേശങ്ങളെ അതിനിശ്ചിതമായി വിമർശിക്കുകയും
സെരിന്തസിനെതിരായി പ്രസംഗിക്കുകയും ലേഖനം എഴുതുകയും ചെയ്ത ആളായിരുന്നു യോഹന്നാൻ, അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ, അതായത് യോഹന്നാൻ സ്ലീഹ. അപ്പൊ യോഹന്നാൻ സ്ലീഹ ഈ സെരിന്തസുമായിട്ട് സമകാലീനരായിരുന്നു. സെരിന്തസിനെതിരായിട്ട് യോഹന്നാൻ സ്ലീഹ ലേഖനം എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ സ്ലീഹ അതുകൊണ്ട് യോഹന്നാൻ സ്ലീഹയോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്റെ ഉപദേശങ്ങൾ യോഹന്നാൻ സ്ലീഹയുടെ പേരിൽ പ്രചരിപ്പിക്കുമ്പോൾ ഒരു മനസുഖം. അതിനാണ് സെരിന്തസ് വെളിപ്പാട് പുസ്തകം എഴുതിയെന്നാണ് ദിവന്നാസിസിന് മുമ്പുള്ള 2 സ്കോളേഴ്സ് പറഞ്ഞു എന്ന് സഭാചരിത്രകാരനായ യൗസേബിയസ് പറയുന്നു. ഡിസ്പ്യൂട്ട് ഭയങ്കരമാണ്. വെളിപ്പാട് പുസ്തകം ഇത്രമാത്രം ഡിസ്പ്യൂട്ട് ഉള്ള ഒരു പുസ്തകമില്ല. അത്രമാത്രം ഡിസ്പ്യൂട്ടുള്ള പുസ്തകമാണ്. എന്നാൽ ഇത്രമാത്രം പെന്തക്കോസുകാർ കാശുണ്ടാക്കിയ വേറൊരു പുസ്തകവും ഇല്ല. ഇത് വെച്ചങ്ങ് വ്യാഖ്യാനിക്കണം. വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനം, അതിന്റെ സീരീസ്, അതിന്റെ പുസ്തകം, മുദ്ര പൊട്ടിക്കുന്നു, കലശമടയ്ക്കുന്നു, കല്ലുവിറക്കിറിഞ്ഞു, എന്തെല്ലാം കാര്യമാണ്. ഫേസ്ബുക്കിൽ തന്നെ രാവിലെ തുടങ്ങുമാർ. അതിന് മുമ്പ് വരുവോ ശേഷം വരുവോ, മഹാപീഡനം വരുവോ, കലശം പൊട്ടിക്കോ, കുഴിബോംബ് പൊട്ടിക്കോ. അപ്പോ കാലിപ്സ് വെളിപ്പാട് പുസ്തകങ്ങൾ, ധാരാളം വെളിപ്പാട് പുസ്തകങ്ങൾ അന്നിറക്കി. വെളിപ്പാട് പുസ്തകങ്ങൾ അന്ന് ഇറക്കിയതെല്ലാം ഒരുപാട് വെളിപ്പാട് പുസ്തകങ്ങൾ. കാരണം കഷ്ടതയിലിരിക്കുന്ന ജനം, പ്രയാസത്തിലിരിക്കുന്ന ആളുകൾക്ക് ഒരു ഹോപ്പ് കൊടുക്കാൻ വേണ്ടി അവരെഴുതിയ ഒരുപാട് ഭാവനകളാണ്. അതായത് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. ഈ അദൃശ്യ ലോകത്ത് ഹെവൻലി റെലംസിൽ സോ മെനി ഡ്രാമാസ് ആർ ഗോയിങ് ഓൺ ദെയർ. അപ്പൊ ഹെവൻലി ബീയിങ്സ്, സ്വർഗീയമായിരിക്കുന്ന ആളുകളെല്ലാം ഉൾപ്പെടുത്തി ധാരാളം ആളുകൾ ഈ പ്രസന്റ് വേൾഡിൽ കഷ്ടം അനുഭവിക്കുന്നവർക്ക് വായിച്ച് ആശ്വസിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഒരുപാട് ഭാവനയാൽ എഴുതുന്ന ഒരുപാട് റെവലേഷൻസ്, ഒത്തിരി ഗ്രന്ഥങ്ങൾ അന്ന് പ്രചരിച്ചിരുന്നു. വെളിപ്പാട് എന്ന കാറ്റഗറി. ആക്ച്വലി ഈ സുറിയാനി സഭയുടെ ബൈബിൾ പെഷീത്ത ബൈബിളാണ്. പെഷീത്ത ബൈബിളിൽ വെളിപ്പാട് പുസ്തകമില്ല. 2 പത്രോസിന്റെ 2-ാം ലേഖനം, യൂദായുടെ ലേഖനമില്ല, യോഹന്നാന്റെ 2-3 ലേഖനമില്ല. 5 പുസ്തകം, 22 പുസ്തകമാണ് ഉള്ളത് പെഷീത്ത ബൈബിളിൽ. സിറിയക് ട്രഡീഷനിൽ. പിന്നീട് സുറിയാനി സഭയുടെ ഹർക്ലിയൻ വേർഷൻ എന്ന് പറഞ്ഞ് AD 616 ബൈബിൾ ഇറങ്ങുമ്പോൾ ഹർക്ലിയൻ വേർഷനിലാണ് 27 പുസ്തകങ്ങൾ ഉൾപ്പെടുത്തുന്നത്. 27 പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ആസ് എ ഹോണർ ആൻഡ് ട്രിബ്യൂട്ട് ടു അത്താനാഷ്യസ്. അപ്പൊ അത്താനാസ്യോസ് പിതാവ് സജസ്റ്റ് ചെയ്ത 27 പുസ്തകങ്ങൾ അത്താനാസ്യോസ് എന്ന സഭാപിതാവിനോടുള്ള സ്നേഹ, ബഹുമാന, ആദരവുകൾ നിമിത്തം ഉൾപ്പെടുത്തിയിരിക്കും. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് ബൈബിളിൽ നിങ്ങൾ നോക്കും 27 പുസ്തകമാണ്. എന്തുകൊണ്ടാണ്? സഭാപിതാവിനെ സ്നേഹിക്കുക, ബഹുമാനിക്കുക. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള ഡയറക്റ്റ് റീഡിങ്സ് ഒന്നും ലിറ്റർജിയിലില്ല. ഇത്ര ഭയങ്കര ബോംബ് പൊട്ടിച്ചിട്ടും ലിറ്റർജിയിലില്ല. അങ്ങനെയാണെങ്കിൽ സുറിയാനി സഭയുടെ പാട്ടുകളും പെന്തക്കോസുകാരുടെ പാട്ട് പോലെ ബോംബ് ഭൂമിയെ പിളർന്നിടുന്ന നേരത്തും തണു, അങ്ങനെ ഒരു പാട്ടുണ്ട് പെന്തക്കോസുകാർക്ക്. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ വന്നേനെ. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ വരാത്തതിന്റെ കാരണം അതാണ്. അപ്പം മനുഷ്യവർഗത്തിന് പ്രസന്റ് ഡേ പ്രയാസങ്ങൾ, ഈ വർത്തമാനകാല കഷ്ടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഉള്ള ഒരു ആശ്വാസം, ഒരു ഹോപ്പ്, ഇതൊക്കെ നൽകുവാനാണ് അങ്ങനെ അവർ എഴുതി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇനി ഞാനിപ്പോ അല്പം ആധുനിക ചരിത്രം പറയാം. ഈ അമേരിക്കയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു മതമുണ്ട്. മതം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കൾട്ട്. ആ കൾട്ടിന്റെ പേരാണ് മൊർമോൺസ് സഭ എന്ന് പറയും. മൊർമോൺ സഭ അല്ലെങ്കിൽ ലാറ്റർ ഡേ സെയിൻസ് മൂവ്മെന്റ് ആണ്. ലാറ്റർ ഡേ സെയിൻസ്. ഇത് ജോസഫ് സ്മിത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് സ്ഥാപിച്ചത്. ജോസഫ് സ്മിത്ത്
അദ്ദേഹം 39-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. 24-ാമത്തെ വയസ്സിൽ അദ്ദേഹം സ്ഥാപിച്ചു. 15 കൊല്ലമേ ഭൂമി ജീവിച്ചു. അല്ല എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷയിൽ 15 വർഷം. അപ്പൊ 15 വർഷത്തെ അധ്വാനം കൊണ്ട് ഇന്ന് ലോകവ്യാപകമായിരിക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് ലാറ്റർ ഡേ സെയിൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ അന്ത്യകാല വിശുദ്ധന്മാർ എന്നാണ് ആ സഭയുടെ പേര്. നമ്മുടെ മദ്രാസിലും ബാംഗ്ലൂരും ഒക്കെ വളരെ ശക്തമായിട്ടുണ്ട്. ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ എന്നെ വിളിച്ചു. അവൻ അത്ഭുതപ്പെട്ടു പോയി. തിരുവനന്തപുരത്ത് ഒരു മൊർമോൺകാരൻ ഈ ഒരു 3-4 മാസം മുമ്പ് എന്നെ വാട്സാപ്പിൽ വിളിച്ചു. എന്നെ ലൈവ് കേട്ടിട്ട് വിളിച്ചു. മലയാളി. തിരുവനന്തപുരംകാരൻ മോശമാകല്ലോ കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ മൊർമോൺ ഗ്രൂപ്പ് തിരുവനന്തപുരത്താണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അദ്ദേഹത്തിന് അത് കിട്ടിയത് അദ്ദേഹത്തിന്റെ ഒരു കസിൻ സിസ്റ്റർ ന്യൂസിലാൻഡിൽ പോയി. ന്യൂസിലാൻഡിൽ അവൾ മൊർമോണിൽ ചേർന്നു. അപ്പൊ അവൾ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇവനെ അതിനകത്താക്കി. അപ്പൊ തിരുവനന്തപുരത്ത് ഒരു ഗ്രൂപ്പ് തുടങ്ങണമെന്നൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ കേരളത്തിൽ ചെറുപ്പക്കാർക്ക് ആർക്കെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു പുതുമ തുടങ്ങി. ഇപ്പൊ പെന്തക്കോസ്തും അടുത്തവർക്ക് വേണമെങ്കിൽ മൊർമോൺ തുടങ്ങാം. ചെറുപ്പക്കാർക്ക് നല്ല കാര്യമാണ്. കാരണം ഒത്തിരി അട്രാക്റ്റീവ് പാക്കേജസ് ആണ് മൊർമോൺസിലുള്ളത്. മൊർമോൺസിലുള്ളവർക്ക് എത്ര വിവാഹം വേണമെങ്കിലും കഴിക്കാം. എത്രയും കൂടുതൽ വിവാഹം കഴിക്കുന്നോ അത്രയും കൂടുതൽ ദൈവകൃപ കിട്ടുമെന്നൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരാളുണ്ട്, സാഹിബ്. അദ്ദേഹത്തിനൂടെ വലിയ 2 വീടുണ്ട്. അദ്ദേഹത്തിന് 6 ഭാര്യമാരുണ്ട്. അപ്പൊ അതൊക്കെയാണ് മൊർമോൺ. നിങ്ങൾ റീഡ് ചെയ്ത് ഗൂഗിൾ ചെയ്തിട്ട് മൊർമോണിനെ പറ്റി പഠിക്കുക. അപ്പം മൊർമോൺ എന്ന് പറയുമ്പോൾ അവർക്ക് അപ്പോസ്തോലിക പിന്തുടർച്ചയുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. ജോസഫ് സ്മിത്ത് സാൾട്ട് ലേക്ക് സിറ്റിയിലാണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ജോസഫ് സ്മിത്തിന്റെ പ്രസ്ഥാനം വളർന്നത് അത്ഭുതകരമായിട്ടാണ്. പെന്തക്കോസ്തു പ്രസ്ഥാനം വളർച്ചയാണ് ദൈവിക അംഗീകാരത്തിന്റെ ലക്ഷണമെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ ശക്തിയിൽ വളരുന്നതും സാമ്പത്തിക സ്ഥിതിയിൽ വളരുന്നതും ആളുകളെ സ്വാധീനിക്കുന്നതും മൊർമോണാണ്. യേശുക്രിസ്തുവിന്റെ പേരിലാണ് സംഗതി നടക്കുന്നത്. അവര് പറയുന്ന അവർക്ക് അപ്പോസ്തോലിക പിന്തുടർച്ചയുണ്ടെന്നാണ്. മൊർമോണിന്റെ അവകാശവാദങ്ങളും കഴിഞ്ഞ ദിവസം ലൈവിലിരുന്ന് ഡെനീസ് സെബാസ്റ്റ്യൻ, ലിനുക്കെ ജോൺ അങ്ങനെയൊക്കെയുള്ള കുറെ പേരിരുന്ന് നടത്തിയ പെന്തക്കോസ്ത് സഭയ്ക്കുണ്ട് എന്ന് പറഞ്ഞ ആ അപ്പോസ്തോലിക പിന്തുടർച്ച എന്ന അവകാശവാദവും തമ്മിൽ അടിസ്ഥാനപരമായി ഘടനാപരമായി എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്ന് ഞാൻ പരിശോധിച്ചിട്ട് ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ അല്പം മുൻതൂക്കം മൊർമോണിനാണ്. അപ്പൊ ഞാനത് അപ്പോസ്തോലിക പിന്തുടർച്ചയെ കുറിച്ച് പറഞ്ഞു. വ്യാജരേഖ ചമച്ച ആളുകളുണ്ട് 81-ാം നൂറ്റാണ്ടിൽ. വ്യാജരേഖ ചമച്ചവർ അത് വ്യാജമാണെന്ന് അറിയാതിരിക്കുവാൻ അവർ പല സൂത്രപ്പണികളും അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ അത് എഴുതുന്ന ഇന്ന ആർക്കാന്ന് പറഞ്ഞ് എഴുതും. ഇത് അയക്കുന്നു, ഞാൻ ഇന്ന ആളുടെ കയ്യിൽ ഇത് കൊടുത്തു വിടുന്നു. അവർ കൊടുത്തു വിടുന്നില്ല, അവർ വീട്ടിൽ പെട്ടിക്കകത്ത് വെക്കത്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയുടെ പേര് ഡയറി കുറിപ്പ് എഴുതാൻ തുടങ്ങാം. ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരു പ്രമുഖ സിനിമാ നടന്റെ പേരിലോ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേരിലോ ചുമ്മാ ഇരുന്ന് ഡയറി കുറിപ്പ് ഓരോ ദിവസവും എഴുതുക. അന്നത്തെ പത്രവാർത്ത അയാളുടെ പോക്കുവരും എല്ലാം നോക്കിയിട്ട് മെനക്കെട്ട പണിയാ. ഒരു 10-30 കൊല്ലം തുടർച്ചയായിട്ട് എഴുതിയിട്ട് അത് എവിടെയെങ്കിലും അടച്ചു വെച്ചാൽ ഭാവിയിൽ നിങ്ങളുടെ പിള്ളേരുടെ കാലത്ത് ഇന്നയാളുടെ ഡയറി കുറിപ്പ് കോടിക്കണക്കിന് രൂപ അവർക്ക് കിട്ടും ഫ്യൂച്ചറിൽ. അങ്ങനെ മക്കൾക്കൊക്കെ കിട്ടാൻ വേണ്ടി അന്നത്തെ കാലത്ത് വ്യാജരേഖ ചമച്ച പല മോട്ടിവേഷനാണ്. മറ്റൊന്നും അവർക്ക് വേണ്ടി കരുതി വെക്കാൻ പറ്റത്തില്ല. എന്നാൽ പിന്നെ ഇയാളുടെ പേരിൽ ഒരു വ്യാജരേഖ ഉണ്ട്. വ്യാജ ഫിലിമുകൾ, വ്യാജ ശബ്ദരേഖകൾ, ഇതൊക്കെ ആധുനിക കാലത്ത് ധാരാളമുണ്ട്. അന്നത്തെ കാലത്ത് ഇത് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി അവർ ചെയ്തൊരു പരിപാടി, പല കാര്യങ്ങൾ. വേറെ ചില പരിപാടിയുണ്ട്. ഇതെനിക്ക് ഇന്നടത്ത് ഞാൻ ഒരു പെട്ടിക്കകത്ത് നിന്ന് കിട്ടിയതാണെന്നും പഴയ കൊട്ടാരം വിളിച്ചപ്പോൾ കിട്ടിയതാണെന്നും ഒക്കെ നമ്മൾ പറയും, തട്ടിവിടും. പിന്നെ പേരുകൾ കൂട്ടിച്ചേർക്കുക. പിന്നെ ഇത് ഒറിജിനലി പൗലൂസിന്റെ ഇതാണെങ്കിൽ പൗലൂസിന്റെ ചില വാക്കുകൾ, അദ്ദേഹം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില ക്ലീഷേ പ്രയോഗങ്ങൾ, പദപ്രയോഗങ്ങൾ, അല്ലെ ചില വാചകങ്ങൾ, ഉദ്ധരണികൾ, ഇതൊക്കെ ആവർത്തിച്ച് ഇതിനകത്ത് ചേർക്കുക. അദ്ദേഹത്തിന്റെ ക്ലോസ് അസോസിയേറ്റ് ആയിട്ടുള്ള ആരിലും ഉണ്ട്, അവരുടെ പേര് ചുമ്മാ എഴുതി വെക്കുക. ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ധാരാളം വ്യാജരേഖകൾ ഉണ്ടായി. അതുകൊണ്ട് സഭയെ സംബന്ധിച്ച് രേഖാമൂലമുള്ള ഇത്തരം തെളിവുകൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുത്തിരുന്നില്ല. മറിച്ച് സഭ അവളുടെ പാരമ്പര്യത്തിൽ അപ്പോസ്തോലിക പിന്തുടർച്ചയിലാണ് വിശ്വസിച്ചിരുന്നത്. ഇത്രമാത്രം അബദ്ധങ്ങളും ഇത്രമാത്രം വ്യാജങ്ങളും കള്ളങ്ങളും കള്ളത്തരങ്ങളും കള്ളരേഖകളും നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന്
എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന, അതും ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ് ലഭ്യമല്ലാത്ത ബൈബിൾ വിശ്വസിക്കണം, അതാണ് ആധികാരികത, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം എന്ന് പറയുന്നത് എത്ര വലിയ ഇരുട്ടിലാണ് താമസിക്കുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിക്കുക. സഭയ്ക്കാണ് ആധികാരികത. ഇപ്പൊ ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിലേക്ക് അയക്കപ്പെട്ടെങ്കിൽ അവനൊരു പുസ്തകമായിട്ടല്ല വന്നത്, അവൻ പുസ്തകം കൊടുത്തിട്ടല്ല പോയത്. ആ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ സഭ പണിതു. അത് കൈവപ്പെന്ന അടിസ്ഥാന ഉപദേശമാണ്. ആ അപ്പോസ്തലിക പിന്തുടർച്ചയിൽ സഭ ഭൂമിയിൽ നിലനിൽക്കുന്നു. അപ്പൊ സഭ എന്ത് ചെയ്യാണ്? അതിന്റെ ആരാധനയിൽ കർത്താവിനോട് ചേരുന്നു. അപ്പൊ ആരാധനയിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പാരമ്പര്യത്തിലും പൈതൃകത്തിലും അപ്പോസ്തലിക പിന്തുടർച്ചയിലും സഭ നിലനിൽക്കുമ്പോൾ ആ സഭയ്ക്കാണ് വിശ്വാസ്യതയുള്ളത്, അല്ലാതെ കേവലം ഒരു പുസ്തകത്തിനല്ല. നമ്മൾ യേശുവിനെ അറിയുന്നത് സഭയാകുന്ന മാതാവിലൂടെയാണ്. സഭയാകുന്ന മാതാവിലൂടെ. അതാണ് നമ്മളെ സംബന്ധിച്ച് ഇതൊരു സബ്ജക്റ്റീവ് റിയാലിറ്റി കൂടിയാണ്. നമുക്കിത് അനുഭവവേദ്യമായ യാഥാർത്ഥ്യമാണ്. ഇതൊരു അനുഭവമാണ്. അപ്പൊ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തെളിവുകൾ നയിക്കട്ടെ എന്ന് പറഞ്ഞ് തെളിവുകളുടെ പിന്നാലെ അന്വേഷിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെക്കുറിച്ച് വളരെ അധികം പറയാനുണ്ട്. അടുത്ത ആഴ്ചയിൽ നമ്മൾ വീണ്ടും ഇതേ സീരീസ് തുടരും. പത്രോസിന്റെ 2-ാം ലേഖനം, അതൊക്കെ വളരെയധികം ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നതാണ്. പത്രോസിന്റെ 2-ാം ലേഖനത്തെക്കുറിച്ച് അലക്സാണ്ട്രിയയിലെ ദിദിമോസ് ദ ബ്ലൈൻഡ് എന്ന് പറഞ്ഞ അന്ധനായ ദിദിമോസ്, ഒരു വിശുദ്ധനായ പണ്ഡിതനായിരുന്നു ദിദിമോസ് ദ ബ്ലൈൻഡ്. അദ്ദേഹം പറഞ്ഞത് നിശ്ചയമായിട്ടും ഇത് പത്രോസ് എഴുതിയല്ല, നിരാകരിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭ ഔദ്യോഗികമായിട്ട് അവരുടെ ബൈബിളിന്റെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട് 2-ാമത്തെ ലേഖനം പത്രോസ് എഴുതിയല്ല. പത്രോസ് എഴുതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അത് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ ഈ തെറ്റിക്കൂടാഴിക നിങ്ങൾ ദൈവിക ഗ്രന്ഥമാണ്, ദൈവം നേരിട്ട് തന്നാണെന്നൊക്കെ അവകാശപ്പെട്ട് ബൈബിളിന് ഇല്ലാത്ത തൊങ്ങലുകൾ ചാർത്തിക്കൊടുത്തിട്ട് അതിനെ സെക്കുലർ വേദികളിൽ വിമർശനത്തിന്, മാറ്റുരയ്ക്കലിന്, പരിശോധനയ്ക്ക്, വിമർശനത്തിന് ഒക്കെ വിധേയപ്പെടുത്തി പരിഹാസ്യമാക്കി അനേക ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. കാര്യക്ഷമമായി പഠിച്ചവരുടെയൊക്കെ വിശ്വാസം ഉപേക്ഷിച്ചു. എന്തുകൊണ്ട്? ടെക്സ്റ്റൽ ക്രിറ്റിസിസത്തിന്റെ ലെവൽ വിട്ട് ഹയർ ക്രിറ്റിസിസത്തിലേക്ക് പോയവർക്ക് മുഴുവൻ നിരീശ്വരവാദത്തിന്റെ അഗാധകൂപത്തിലേക്ക് ഏണി ഇറക്കി വെച്ചു കൊടുത്തു പ്രൊട്ടസ്റ്റന്റിനിസം. കാരണം ബൈബിളിൽ ഇല്ലാത്തതും ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതുമായ ഒന്ന് അതിനുണ്ട്, ആധികാരികത എന്ന് ഇവർ അവകാശപ്പെട്ടു. നിഷ്പക്ഷമായ വേദികളിൽ കർശനമായ നിരീക്ഷണ പരീക്ഷണ പരിശോധന വിമർശനങ്ങൾക്ക് വിധേയപ്പെട്ടപ്പോൾ അതിന്റെ ആധികാരികത വെറും നീർക്കുമളി എന്നറിഞ്ഞ് വളരെയധികം നിഷ്കളങ്കരായിരുന്ന, സമർപ്പിതരായിരുന്ന, പണ്ഡിതരായിരുന്ന അനേകരുടെ വിശ്വാസം തകർന്നുപോയി. കാരണം വിശ്വാസത്തിന്റെ അടിസ്ഥാനം, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും സഭയാണ് എന്നുള്ള പരമ യാഥാർത്ഥ്യത്തെ മറച്ചുവെച്ച് സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും ഒരു പുസ്തകമാണെന്ന് പറഞ്ഞു വരുത്തി അനേകരെ വഞ്ചിച്ച് അവരുടെ വിശ്വാസത്തെ തകർത്തു കളഞ്ഞ ദുഷ്ട കൂട്ടമാണ് ഈ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ്. അവരനേകർക്ക് ആ അന്ധവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ അബദ്ധവിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക്, ഇരുളുകളിലേക്ക് അവരെ നിബന്ധിപ്പിക്കുകയാണ് ചെയ്തത്. സത്യവിശ്വാസം എവിടെയാണ്? സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി അപ്പോസ്തലിക സഭ എന്ന യാഥാർത്ഥ്യത്തിൽ, സഭ എന്ന മാതാവിൽ വിശ്വസിക്കണം. ഈ വിശ്വാസം ഒരു അനുഭവമായി ദൈവം, ഭക്തൻ, ആരാധന, അനുഗ്രഹം, അനുഭവം എന്നുള്ള തലത്തിൽ അനുഭവത്തിലൂടെ. അതുകൊണ്ടാണ് സുറിയാനി സഭ ഒരു തിയോളജി എടുത്ത് വേറെ എഴുതി വെക്കാത്ത, മറിച്ച് ആരാധനയിലൂടെ അറിയുക എന്നുള്ള ഏറ്റവും അനുപമമായ മാർഗത്തെ അവലംബിച്ചത്, ഏറ്റവും ആരോഗ്യകരമായ സമീപനത്തെ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ ആരാധനയിലൂടെ ദൈവത്തെ അറിയുന്ന ഒരു സമ്പ്രദായം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ എന്തോ അതിന് പറയുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഒരു ബൈബിൾ സ്റ്റഡി അല്ലെങ്കിൽ അതില്ല ഇതില്ല എന്നൊക്കെ പറയുന്നത്. ഇത്രമാത്രം ക്രൂരമായിട്ട് ഈ ആളുകളെ വഞ്ചിക്കത്തക്ക വിധത്തിൽ വഞ്ചകന്മാർ ലേഖനങ്ങൾ എഴുതി. അങ്ങനെ എഴുതിയവരെ സ്യൂഡോസ്, വഞ്ചകന്മാർ, കള്ളന്മാർ,
കപടന്മാർ, സ്യൂഡോസ്, അവരെഴുതിയ സുഡോപ്പിഗ്രാഫി, അവർ ആ പുസ്തകത്തിന് പേരിട്ടപ്പോൾ അത് സുഡോനിമോസ് ആയിട്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. സ്യൂഡോ എന്നൊരു വാക്ക് ഗ്രീക്കില് ഉപയോഗിച്ചു. വേറൊരു വാക്ക് ഇങ്ങനത്തെ പുസ്തകം ഇറക്കുന്നതിന് അന്നത്തെ കാലത്ത് പണ്ഡിതന്മാർ ഉപയോഗിച്ച ഒരു വാക്കുണ്ട്. അത് നോത്തോസ് എന്ന വാക്കാണ്. നോത്തോസ് എന്ന വാക്ക് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി, അതിന്റെ അർത്ഥം മനസ്സിലാകും. നോത്തോസ് എന്ന വാക്ക് സ്പൂരിയസ്, വ്യാജന്മാർ എന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യാം. അതിന്റെ അർത്ഥങ്ങൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ തന്നെ ഗൂഗിളിൽ നോക്കിയാണ്. നോത്തോസ് നിങ്ങൾ അർത്ഥം ഇങ്ങനെ വരുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാം. ബാസ്റ്റാർഡ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തനെ പിതാവായിട്ട് വിളിക്കുന്ന, അല്ലെ പിതാവ് ആരെന്നറിയാത്ത ഒരു അനുഭവം, പിതൃത്വമില്ലാത്ത ഒരു ശൂന്യത, ഒരു അൺസർട്ടനിറ്റി. നോത്തോസ്. സഭയിൽ നിന്ന് വേർപെട്ടാൽ വി ആർ ബൈബിൾ ബിലീവിംഗ് ക്രിസ്ത്യൻസ് എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകളുണ്ട്. They are none other than നോത്തോസ്. നോത്തോസായി അലഞ്ഞു തിരിയാതെ. നമ്മുടെ സത്യവേദ പുസ്തകത്തിൽ അതിന് നല്ല വാക്ക് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൽ നിങ്ങൾക്ക് ആ വാക്ക് കാണാം. അതുപോലെ ആയിത്തീരാതെ സത്യവിശ്വാസത്തിലേക്ക് സഭയാകുന്ന മാതാവിൻ്റെ ആ ഊഷ്മളമായ ആലിംഗനത്തിലേക്ക് മടങ്ങുവാൻ സ്നേഹബുദ്ധിയ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. സുറിയാനി സഭ ഈസ് അറബിക് ഇൻഫ്ലുവൻസ്. പ്രേറിയ അഗസ്റ്റിന് തെറ്റിദ്ധാരണയാണ്. അറബി ഭാഷയുടെ ആരംഭത്തിന് മുമ്പ് സുറിയാനി സഭയുണ്ട്. അറബി ഭാഷ രൂപപ്പെടുത്തുമ്പോൾ ആ ഭാഷയുടെ രൂപീകരണത്തിന് ഏറ്റവും കനത്ത സംഭാവന നൽകിയത് സുറിയാനി സഭാ പിതാക്കന്മാരാണ്. സുറിയാനി സഭയിൽ നിന്നുള്ള ധാരാളം വാക്കുകൾ അവർക്ക് ഗ്രീക്ക് സഭയുടെ, കോപ്റ്റിക് സഭയുടെ ആവശ്യപ്രകാരം പ്രൊവൈഡ് ചെയ്തു ഈ പ്രാർത്ഥനകളെ അറബി ഭാഷയിലേക്ക് മാറ്റാൻ. ഇപ്പോൾ സുറിയാനി സഭയുടെ ദൈവശാസ്ത്രവും പ്രാർത്ഥനകളും അറബി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടേണ്ട ആവശ്യകതയിലേക്ക് അറബി ഭാഷയ്ക്ക് വാക്കുകൾ ഉണ്ടാക്കി. ഇന്ന് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന അനവധി വാക്കുകൾ സുറിയാനി സഭാപിതാക്കന്മാരുടെ സംഭാവനയാണ്. പ്രയറി അഗസ്റ്റിൻ ചിന്തിക്കുന്നത് തെറ്റാണ്. അല്ലാതെ അറബി ഭാഷ സുറിയാനി സഭയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല, മറിച്ച് അറബി ഭാഷയ്ക്ക് ജന്മം നൽകുന്നതിൽ സുറിയാനി സഭ ഗണ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. സഭയുടെ പാരമ്പര്യം എന്താണെന്ന് മനസ്സിലാക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമ്മൾ ഇത് വീണ്ടും തുടരും. അതായത് ആദിമ നൂറ്റാണ്ടുകളിൽ 3 നൂറ്റാണ്ടുകളിൽ സംഭവിച്ചത്, ഹൗ വി ഗോട്ട് ബൈബിൾ, എങ്ങനെയാണ് ഈ ബൈബിൾ നമ്മുടെ കയ്യിൽ വന്നത്, എന്താണ് ബൈബിളിന്റെ പ്രസക്തി, എന്താണ് പെന്തക്കോസുകാരന്റെ അടിസ്ഥാനത്തിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഞാൻ പരിശോധിക്കുമ്പോൾ ഇനി നിങ്ങൾ ഓരോരുത്തരും നിഷ്പക്ഷമായിട്ട് പരിശോധിക്കണം. പെന്തക്കോസ്ത് അവകാശവാദങ്ങൾ, ഉത്ഭവം, വികാസം, പരിണാമം, ഇന്നത്തെ സ്ഥിതി എല്ലാം കൂടെ നോക്കിയിട്ട് ലാറ്റർ ഡേ സെയിൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, മൊർമോണുകളുടെ അവകാശവാദം, ജോസഫ് സ്മിത്തിന്റെ അവകാശവാദം, അതും കൂടെ പരിശോധിക്കുക, താരതമ്യം ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി താരതമ്യം ചെയ്യാൻ പോകുന്നത് പെന്തക്കോസ്ത് വിഭാഗങ്ങളെയും മൊർമോണുകളെയുമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.